എല്ലാരും വന്നാ തുടങ്ങാം. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അപ്പോ എത്ര പേരായി? അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് തുടങ്ങാം പരിപാടികൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ. അപ്പം ആരും അധികം കൈവെക്കാത്തൊരു മേഖലയാണ് ഈ മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞ സംഭവം. കാരണം ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലോട്ട് സൈസ്, ഇത് ക്വാണ്ടിറ്റി കൂടുതലാണ്. അതായത് 75 ക്വാണ്ടിറ്റി ആണ് ഒരു ലോട്ട് എന്ന് പറയുന്നത്. അപ്പം ഒരു വയലന്റ് മൂവ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പ്രീമിയം ഭയങ്കരമായിട്ട് കൂടും, അല്ലെങ്കിൽ പ്രീമിയം ഭയങ്കരമായിട്ട് കുറയും. നമ്മുടെ ടോട്ടൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ലോസ് വരാനും ലാഭം വരാനും സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് സാധാരണ ഗതിയിൽ മിഡ് ക്യാപ്പിൽ അങ്ങനെ ആരും കൈവെക്കാറില്ല. അപ്പം ഞാനിതിനെ പഠിച്ചിടത്തോളം ചില ടെക്നിക്കൽസ് ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ഈ മിഡ് ക്യാപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊരു ധാരണ വെച്ചിട്ടാണ് ഞാൻ ഇതിനകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ കാര്യം. അപ്പോൾ നിഫ്റ്റി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിലെ ആദ്യത്തെ ഒരു 10 സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓടും. നമ്മുടെ ബാങ്ക് നിഫ്റ്റി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 6 സ്റ്റോക്ക് നോക്കിയാൽ മതി. പക്ഷെ നമുക്ക് മിഡ് ക്യാപ്പിലാണെന്നുണ്ടെങ്കിൽ ഒരു 10 സ്റ്റോക്കെങ്കിലും നോക്കി നമ്മളത് മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിഡ് ക്യാപ്പ് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ മിഡ് ക്യാപ്പിനകത്തിൽ ഞാനിന്ന് മിഡ് ക്യാപ്പിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നത്. അപ്പോൾ ഈ മിഡ് ക്യാപ്പിനകത്ത് പലർക്കും കുറേ ഡൗട്ടുകളുണ്ട്. ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിഡ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ നിഫ്റ്റിയിൽ ആകെ 500 കമ്പനികളുണ്ടെന്ന് നമുക്കറിയാം. അതിനകത്തിലെ 101 മുതൽ 100 വരെ ലാർജ് ക്യാപ്പ്, 1 to 50 നിഫ്റ്റി 50, ദെൻ 50 to 100 എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നിഫ്റ്റി 50, ദെൻ 100 to 250 ആണ്, 101 to 250 ആണ് മിഡ് ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ധാരണയുണ്ട് ഈ 150 സ്റ്റോക്കിനെ ബേസ് ചെയ്താണ് ഈ മിഡ് ക്യാപ്പ് പോകുന്ന ഒരു ധാരണയാണ്. ആ ധാരണ തെറ്റാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പറഞ്ഞു കഴിഞ്ഞാല് ഈ മിഡ് ക്യാപ്പിനകത്ത് തന്നെ ഇത്രയും സംഭവം ഉണ്ട്. ഈ നിഫ്റ്റി മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 150 സ്റ്റോക്കുകളുടെ സമാഹാരമാണ് ഈ മിഡ് ക്യാപ്പ് എന്ന് പറയുന്നത്. ഈ മിഡ് ക്യാപ്പിനകത്ത് തന്നെ 4 വകഭേദങ്ങളുണ്ട്. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആരെങ്കിലും ഇടയ്ക്കൊന്ന് മൂളണേ. ഓക്കെ. അപ്പോ ഈ നിഫ്റ്റി മിഡ് ക്യാപ്പിനകത്ത് തന്നെ 4 വകഭേദങ്ങളുണ്ട്. അതായത് നിഫ്റ്റി മിഡ് ക്യാപ്പ് എന്ന് പറയുന്നത് 150
സ്റ്റോക്കുകളുടെ ഒരു സമാഹാരമാണ്. അതിനകത്ത് തന്നെ നിഫ്റ്റി മിഡ് ക്യാപ്പ് 100 ഉണ്ട്, അതിനകത്ത് തന്നെ നിഫ്റ്റി മിഡ് ക്യാപ്പ് 50 ഉണ്ട്, അതിനകത്ത് തന്നെ നിഫ്റ്റി മിഡ് ക്യാപ്പ് സെലക്ട് ഉണ്ട്. ഇത്രയും ഐറ്റംസ് ഉണ്ട് ഈ നിഫ്റ്റി മിഡ് ക്യാപ്പ് എന്ന് പറയുന്ന സംഭവത്തിനകത്തിൽ. ഇത് ഏറെക്കുറെ ആർക്കും അറിയാത്തൊരു കാര്യമാണ്. അപ്പം ഇതിനകത്തിൽ നമ്മൾ നോക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി മിഡ് ക്യാപ്പിലെ സെലക്ട് ആണ്, നിഫ്റ്റി മിഡ് ക്യാപ്പ് സെലക്ട്. അത് ഏറെക്കുറെ ആർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യമാണ്. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി മിഡ് ക്യാപ്പിനകത്തിലെ നിഫ്റ്റി മിഡ് ക്യാപ്പ് സെലക്ട് എന്ന് പറഞ്ഞൊരു ഇൻഡെക്സ് ആണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അതിനകത്ത് തന്നെ ഈ നിഫ്റ്റി മിഡ് ക്യാപ്പ് സെലക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല മൂവ്മെന്റ് ഉള്ള അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള 25 കമ്പനികളുടെ ഒരു ഗ്രൂപ്പാണ് ഈ നിഫ്റ്റി മിഡ് ക്യാപ്പ് സെലക്ട് എന്ന് പറഞ്ഞ സംഭവം. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ ആ 25 കമ്പനികളുടെ മൂവ്മെന്റ് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ നിഫ്റ്റി മിഡ് ക്യാപ്പ് മുന്നോട്ട് ചലിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി നമ്മളിനി അടുത്ത എന്താ ചെയ്യേണ്ടത്? അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ നിഫ്റ്റി മിഡ് ക്യാപ്പില് നമ്മുടെ ഈ നിഫ്റ്റി മിഡ് ക്യാപ്പിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ അവരുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 5000 കോടി മുതൽ 20,000 കോടി വരെയുള്ള ഇൻ ബിറ്റ്വീൻ ഉള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികളാണ് നിഫ്റ്റി മിഡ് ക്യാപ്പിനകത്തുള്ളത്. അതിനകത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ സെലക്ട് ചെയ്ത കമ്പനി, ഇത് 6 മാസം ഇരിക്കുമ്പോൾ റിവൈസ് ചെയ്യും അവർ കേട്ടോ. ഈ 6 മാസം ഇരിക്കുമ്പോൾ റിവൈസ് ചെയ്യും. ഈ 25 കമ്പനികൾക്ക് അത് മാറ്റം വരാം, ചിലർ പുറത്തു പോകും, ചിലർ അകത്തോട്ട് വരും. അപ്പൊ ആ 25 കമ്പനികളാണ് ഇതിന്റെ ബേസിക്സ്. ഓക്കെ, ഇനി നമ്മൾ ആ 25 കമ്പനികളെ നമ്മൾ കണ്ടുപിടിക്കണം. ആ 25 കമ്പനികളാണ് ഈ പറയുന്ന കമ്പനികൾ. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഈ പറയുന്ന നമ്മൾ ഈ ട്രേഡ് ചെയ്യുന്ന മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞ സംഭവത്തിനകത്തിൽ 25 കമ്പനികളാണ് ഈ കാണുന്നത്. ഭാരത് ബോർജ്, ഇന്ത്യൻ ഹോട്ടല്, വോഡാഫോൺ ഐഡിയ, കുമിൻസ്, HPCL, ഇതിങ്ങനെ അങ്ങോട്ട് പോകും. ഈ 25 കമ്പനികളെ ബേസ് ചെയ്താണ് മിഡ് ക്യാപ്പ് ഓടുന്നത്. അപ്പം ചില സമയങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ മിഡ് ക്യാപ്പ് മേലോട്ടും നിഫ്റ്റി 50 താഴോട്ടും പോകുന്ന കണ്ടിട്ടുണ്ട്. അതിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിഫ്റ്റി 50 ഇല്ലാത്ത ഈ സ്റ്റോക്കുകളിനകത്തിൽ, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം, ഈ നിഫ്റ്റി 50 ഇല്ലാത്ത ഈ പറഞ്ഞ നമ്മൾ 25 സ്റ്റോക്കുകളിനകത്തിൽ എവിടെങ്കിലും ഒരു വയലന്റ് മൂവ് 2-3 സ്റ്റോക്കുകൾക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പ് നേരെ മേലോട്ട് പോകും. അതേസമയം നിഫ്റ്റി 50 ലാർജ് ക്യാപ്പിൽ അവിടെ മൂവ്മെന്റ് ഇല്ല, അല്ലെങ്കിൽ വേറെ ഡൗൺ സൈഡാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ നിഫ്റ്റി 50 താഴോട്ട് പോകും. അല്ലെ ബാങ്ക് സെക്ടർ എന്തെങ്കിലും പ്രശ്നം വരുവാണെന്നുണ്ടെങ്കിൽ അത് നേരെ താഴോട്ട് പോകും. പക്ഷെ അപ്പം നമ്മൾ ഒരിക്കലും ഈ ഇടയ്ക്കാണ് നമ്മൾ കുറെ നാൾക്ക് മുമ്പ് ഒരാൾ ചോദിച്ചായിരുന്നു നിഫ്റ്റി 50 മിഡ് ക്യാപ്പും തമ്മിൽ എന്തെങ്കിലും കോറിലേഷൻ ഉണ്ടോ എന്ന്. ഒരു കോറിലേഷനും ഇല്ല. ഇതാണ് സംഭവം. അപ്പൊ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകാനുള്ളതിന് പ്രധാന കാരണം ഇതാണ് സംഭവം. ഈ 25 സ്റ്റോക്കുകളെ ബേസ് ചെയ്ത് മാത്രമാണ് മിഡ് ക്യാപ്പ്, നമ്മൾ ട്രേഡ് ചെയ്ത മിഡ് ക്യാപ്പ് മേലോട്ട് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അപ്പം പലരും നിഫ്റ്റി 50 മൂവ്മെന്റ് നോക്കിയിട്ട് മിഡ് ക്യാപ്പിനകത്ത് ട്രേഡ് എടുക്കാറുണ്ട്. അത് അട്ടർ ഫോളിഷ്നെസ് ആണ്. അത് പരാജയപ്പെട്ടു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം ചില സമയത്ത് വലിയ ഭയങ്കരമായിട്ടുള്ള മൂവ്മെന്റ് വരികയാണെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്ട് നമുക്ക് മിഡ് ക്യാപ്പിലും കാണാൻ പറ്റും. അല്ലെങ്കിൽ രണ്ട് ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. നമുക്ക് ഒരിക്കലും നിഫ്റ്റിയെ വിശ്വസിച്ച് മിഡ് ക്യാപ്പിനകത്തിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇതിന്റെ വെയിറ്റേജ് കൂടെ നമുക്ക് നോക്കാം. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് NSE ഇറക്കിയ സർക്കുലറിനകത്തില് ഇപ്പൊ ഇതെന്ന് ഇറക്കിയത് മാർച്ച് 31, 2024 ഇറക്കിയതാണ്. ഇതിനകത്തില് ആദ്യത്തെ 10 കമ്പനികൾ 2, 4, 6, 8, 10 ഓക്കെ വെയിറ്റേജ് ഉള്ള 10 കമ്പനികളാണ് ഈ കാണുന്നത്. മിഡ് ക്യാപ്പിനകത്തിലെ നിഫ്റ്റി മിഡ് ക്യാപ്പിനകത്തിലെ ഏറ്റവും വെയിറ്റേജ് ഉള്ള 10 കമ്പനികളാണ് ഈ കാണുന്നത്. അതിൽ ആദ്യത്തേത് ഇന്ത്യൻ ഹോട്ടൽസ് ആണ്, പിന്നെ കുമിൻസ്, ഭാരത് ബോർജ്, HDFC അസറ്റ് മാനേജ്മെന്റ്, ലൂപ്പിന്, AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഫെഡറൽ ബാങ്ക്, പെർസിസ്റ്റന്റ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, യൂറോബിന്ദു, ഈ ഫാർമ, ഇത്രയും കമ്പനികളാണ് ഇതിനകത്ത് ഏറ്റവും വെയിറ്റേജ് ഉള്ള കമ്പനികൾ. അതിൽ തന്നെ റൈറ്റ് സൈഡിൽ കാണാം, കണ്ടോ, അതിന്റെ വെയിറ്റേജ് 6%. 6% ഇതിന്റെ വെയിറ്റേജ്. അപ്പം എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, കഴിഞ്ഞ വെള്ളിയാഴ്ച പെട്ടെന്ന് ഒരു വയലന്റ് മൂവ് ഉണ്ടായി നിഫ്റ്റി മിഡ് ക്യാപ്പിൽ. പക്ഷെ നിഫ്റ്റി അനങ്ങിയില്ല.
നിഫ്റ്റി അങ്ങനെ തന്നെ അവിടെ കൺസോളിഡേറ്റ് ചെയ്യുമായിരുന്നു ബാങ്ക് നിഫ്റ്റി. പക്ഷേ ഇത് മാത്രം, അപ്പൊ പലരും ചോദിച്ചത് എന്താ ഇത് മാത്രം മേലോട്ട് പോകുന്നതെന്ന്. അതിനകത്തുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഹോട്ടൽ അതിനകത്തിൽ ഭയങ്കരമായിട്ട് 5% അടുത്ത് മൂവ് ചെയ്തായിരുന്നു. ഇന്ത്യൻ ഹോട്ടൽ മൂവ് ഇപ്പോൾ 6% വെയിറ്റേജ് ഉള്ള സ്റ്റോക്കാണത്. അപ്പം ബാക്കിയുള്ളതൊക്കെ ചെറുതായിട്ട് തന്നെ കാണിച്ചു തരാം. ചെറുതായിട്ട് എല്ലാം പോസിറ്റീവ് സൈഡിലായിരുന്നു. അതുകൊണ്ടാണ് നിഫ്റ്റി മിഡ് ക്യാപ്പ് മേലോട്ട് പോകാൻ കാര്യം. അപ്പം ഇനി ഇതിനകത്തിലെ സെക്ടറുകളോട് നോക്കാം. ഇതിനകത്തിലെ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം, ഇതിനകത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മുടെ നിഫ്റ്റി മിഡ് ക്യാപ്പ് എടുത്തു. അതിനകത്ത് 25 സ്റ്റോക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതിനകത്ത് ഏറ്റവും വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകളാണ് ഈ പറഞ്ഞ 10 സ്റ്റോക്കുകൾ. ഇനി ഇതിനകത്തിലെ സെക്ടോറിയൽ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ഫിനാൻസ് സെക്ടറിലാണ്. ഫിനാൻഷ്യൽ 17.68, പിന്നെ ക്യാപിറ്റൽ ഗുഡ്സ് അതിനുകൊണ്ട് 17%, പിന്നെ IT 10%, ബാക്കിയെല്ലാം 10 താഴെയാണ്. അപ്പൊ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? ഫിനാൻഷ്യൽ സെക്ടറിൽ, അതായത് ബാങ്ക് നിഫ്റ്റിയിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടറിൽ ഒരു വീഴ്ച ഉണ്ടായി കഴിഞ്ഞാൽ അത് എന്തിനെ സ്വാധീനിക്കും? നമ്മുടെ മിഡ് ക്യാപ്പിനെ സ്വാധീനിക്കും. കാരണം വെയിറ്റേജ് കൂടുതൽ ഫിനാൻഷ്യൽ സെക്ടറിൽ നിന്നാണ്, ഫിനാൻഷ്യൽ സർവീസിൽ നിന്നാണ് നമുക്ക് കൂടുതൽ. ഇപ്പോൾ സപ്പോസ് ഇപ്പം ബജാജിലോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിലോ, ഫെഡറൽ ബാങ്ക് ശരിക്കും ഒന്ന് വീണെന്ന് വിചാരിച്ചു. ഫെഡറൽ ബാങ്ക് പെട്ടെന്ന് വീഴുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പിന്നെ മിഡ് ക്യാപ്പിന് താഴോട്ട് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ അങ്ങനെ സ്മോൾ ഫിനാൻസ് ബാങ്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫിനാൻഷ്യൽ സെക്ടറിൽ എന്തെങ്കിലും പെട്ടെന്നൊരു അടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ ഇതിനെ നമ്മുടെ മിഡ് ക്യാപ്പിനെ അത് ബാധിക്കാനുള്ള സാധ്യത. ഇതാണ് അതിന്റെ വെയിറ്റേജിന്റെ ആ സീക്വൻസ് എന്ന് പറഞ്ഞ ഇതാണ്. ഫിനാൻഷ്യൽ സെക്ടറിനാണ് ഏറ്റവും കൂടുതൽ ഇതുള്ളത്. ഓക്കെ, അതിന് വെയിറ്റേജ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് അപ്പൊ ഇത്രയും സ്റ്റോക്കുകളാണ് നമുക്ക്, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് നമുക്ക് അറിയാനുള്ളത്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം മിഡ് ക്യാപ്പിനെ പറ്റിയുള്ള സംഗ്രഹം ഇതാണ് നമുക്ക് മിഡ് ക്യാപ്പിനെ പറ്റി പറയാനുള്ളത്. അതായത് ഇത്രയാണ് ഇതിന്റെ രത്ന ചുരുക്കം. മിഡ് ക്യാപ്പിനെ പറ്റിയുള്ള രത്ന ചുരുക്കം ഇതാണ്. ഇതിന്റെ മൂവ്മെന്റ്സ് ഇതിനെ ബേസ് ചെയ്താണ് പോകുന്നത്. ഇനിയും നമുക്ക് ആ ചാർട്ടിലൂടെ ഞാനൊന്ന് കൊണ്ടുപോകാം. സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാം. ഓക്കെ, അപ്പം ഇതാണ് നിഫ്റ്റി ക്യാപ്പിന്റെ ചാർട്ട്. ഈ കാണുന്നതാണ് ചാർട്ടാണ്. ഷെയറിംഗ് ആണോ ഉദ്ദേശിച്ചത് അതോ സ്ക്രീൻ കാണുന്നുണ്ടെന്നാണ് ചോദിച്ചത്? ഷെയറിംഗ് സ്ക്രീൻ കാണുന്നുണ്ടോ? ഈ ചാർട്ട് കാണുന്നുണ്ടോ? കാണുന്നില്ല. കാണുന്നുണ്ട്. അത് നിങ്ങൾ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്താൽ മതി. കാണുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ പറഞ്ഞ നിഫ്റ്റി മിഡ് ക്യാപ്പിനകത്തിൽ ആദ്യത്തെ 10 സ്റ്റോക്കുകളാണ് ഞാൻ ഇവിടെ ഈ സൈഡിൽ കാണുന്നത്. അപ്പം ഇതിനകത്തില് എപ്പോഴും നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മിഡ് ക്യാപ്പില് ആരുടെയൊന്നും മ്യൂട്ട് സോറി. ഓക്കെ, നമ്മളെപ്പോഴും നിഫ്റ്റിയില് മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുമ്പോൾ അതിന്റെ ഫ്യൂച്ചറും കൂടെ നമ്മൾ നമ്മുടെ പിന്നെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചേക്കണം. ഫ്യൂച്ചർ നമുക്ക് അത്യാവശ്യം. കാരണം നമ്മൾ മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുമ്പോൾ മിഡ് ക്യാപ്പിന്റെ ചാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് വോളിയം കാണത്തില്ല. നിഫ്റ്റിയിലൊക്കെ ചൈമടുത്ത് താഴെ വോളിയം കാണും. പക്ഷെ മിഡ് ക്യാപ്പിനകത്ത് താഴെ വോളിയം കാണും. ഇപ്പോൾ വോളിയം കാണുന്നത് നമുക്ക് ഫ്യൂച്ചറിനകത്ത് മാത്രമേ വോളിയം കാണത്തുള്ളൂ.
അത് മാത്രമല്ല ഫ്യൂച്ചറിൽ ചാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പല സംഗതികളും മിഡ് ക്യാപ്പിനകത്ത് പിടികിട്ടത്തുള്ളൂ. അപ്പം ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിൽ നമ്മൾ ഈ പറയുന്ന 10 സ്റ്റോക്കുകളെ പറ്റി നമ്മൾ നോക്കുക. അതിന്റെ ഇന്നത്തെ രാവിലെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യത്തെ 10 സ്റ്റോക്കുകളുടെ നിലവാരം എങ്ങനെയാണെന്ന് നോക്കുക. ആ നിലവാരം അനുസരിച്ച് മാത്രമേ നമ്മുടെ മിഡ് ക്യാപ്പ് മുമ്പോട്ട് പോകത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് എന്തുകൊണ്ട് മൂവ് ചെയ്തു നോക്കുക. ഇൻഡെക്സ് ഇന്ത്യൻ ഹോട്ടൽസ് ഏകദേശം 4% അപ്പിലായിരുന്നു. കുമിൻസ് ഇന്ത്യ 3%, ഭാരത് ബോർജ് 4%, HDFC AMC ഈ ചെറിയൊരു സ്ലൈറ്റ് പോസിറ്റീവ്. നോക്കി ആദ്യത്തെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള 4-5 സ്റ്റോക്കുകൾ തന്നെ ഒരു ഏകദേശം 3-4% അപ്പിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ക്യാപ്പ് നേരെ മേലോട്ട് പോകാനുള്ള കാരണം. അതേസമയം നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പാരിസൺ ആണ് നോക്കുന്നത്, എന്തുകൊണ്ട് അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വർക്ക് ചെയ്യുന്നുള്ളത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ റിലയൻസ് 1% താഴെ പെർഫോം ചെയ്തു. അത് റിലയൻസ് ഏറ്റവും സ്ട്രോങ് കമ്പനിയാണ്, നമ്മുടെ നിഫ്റ്റി വെയിറ്റേജ് ഉള്ള കമ്പനിയാണ്. അതുപോലെ തന്നെ HDFC ബാങ്ക് ഏറ്റവും വെയിറ്റേജ് ഉള്ള കമ്പനിയാണ് HDFC ബാങ്ക്, അതും 1% മൂവ് ചെയ്തു. ഇത് രണ്ടും തന്നെ 1% മൂവ് ചെയ്യുമ്പോൾ നിഫ്റ്റി എന്തായാലും മുമ്പോട്ട് മൂവ് ചെയ്യേണ്ടത്. പക്ഷെ എന്ത് സംഭവിച്ചു അവിടെ? അതേപോലെ തന്നെ അതിനൊത്തവണ്ണം അല്ലെ അതിനടുപ്പിച്ച് തന്നെ വെയിറ്റേജ് ഉള്ള TCS-ഉം ICICI ബാങ്കും എന്ത് പറ്റി? നെഗറ്റീവിലാണ്. അപ്പം ഇത് തമ്മിൽ എന്ത് ചെയ്തു? തമ്മിൽ ന്യൂട്രൽ ആയിപ്പോയി. അതുകൊണ്ടാണ് നിഫ്റ്റി മേലോട്ട് പോകാഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ നോക്കുക, TCS 1% മേളിൽ ഡൗൺ ആയിരുന്നു. ICICI ബാങ്ക്, ഹിന്ദുസ്ഥാൻ ലിവർ, പിന്നെ ഇൻഫി എല്ലാവരും എന്ത് ചെയ്തു? നെഗറ്റീവിലായിരുന്നു, റെഡിലായിരുന്നു. അതുകൊണ്ടാണ് നിഫ്റ്റി അധികം കുറച്ച് മൂവ് ചെയ്തെങ്കിലും അധികം മൂവ് ചെയ്തില്ല. കാരണം ഇതിന്റെ നെഗറ്റീവ്നെസ് കൊണ്ട് ഇത് നിഫ്റ്റി മുമ്പോട്ട് വിട്ടില്ല. അപ്പൊ അതവിടെ ന്യൂട്രലായി പോകാനാണ് നിഫ്റ്റി അധികം മുമ്പോട്ട് പോകുന്നത്. അതേസമയം നമുക്ക് എന്ത് പറ്റി? മിഡ് ക്യാപ്പിലാണെന്നുണ്ടെങ്കിൽ ഇത്രയും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തുകൊണ്ട് നമുക്ക് മിഡ് ക്യാപ്പ് എന്ത് ചെയ്തു? മേലോട്ട് പോയി. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മിഡ് ക്യാപ്പിനകത്ത് ട്രേഡ് ചെയ്യുമ്പോൾ ഒരിക്കലും നിഫ്റ്റിയെ നോക്കി നമ്മൾ ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പാടില്ല. അത് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി മിഡ് ക്യാപ്പ് ഫ്യൂച്ചറിന്റെ കാര്യം എടുക്കാം. ഫ്യൂച്ചർ എന്തിനെടുക്കുന്നത് ചേർന്ന് നോക്കാം കേട്ടോ. ഫ്യൂച്ചറിനകത്തിൽ മാത്രമേ വോളിയം കാണത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഈ വോളിയം നോക്കിയാണ്, അത്യാവശ്യം വോളിയം കൂടെ നോക്കി വേണം നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അതാണ് ഈ ഫ്യൂച്ചർ കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ വോളിയം മൂവ്മെന്റ്സ്, ഇപ്പൊ ഇവിടെ ഒരു വോളിയം കണ്ടു ഈ വോളിയം ഇവിടെ നോക്കിയേ. ഇവിടെ നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു വോളിയം, ഇവിടെ ഈ ക്യാൻഡിലുണ്ട്. ഈ ക്യാൻഡില് ഇവിടെ നല്ലൊരു വോളിയം ബിൽഡപ്പ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതുവരെ വളരെ ചെറുതായിട്ട് വളരെ ഒരു കൺസോളിഡേഷൻ സ്റ്റേജിൽ പോയിക്കൊണ്ടിരുന്ന സംഭവം ഒരു അടുത്ത ക്യാൻഡിൽ നിൽക്കും നല്ലൊരു വോളിയം. അപ്പൊ അതിനർത്ഥം ഇവിടെ ഒരു ബൈങ് പ്രഷർ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ഓക്കെ ഇവിടെ ഒരു നല്ല വോളിയം, ഒരു ഗ്രീൻ വോളിയം ക്യാൻഡിൽ വന്നു, അതുകൊണ്ട് നമുക്ക് മാർക്കറ്റ് മേലോട്ട് പോകുന്ന ഊഹം നമുക്കൊന്ന് ഊഹിക്കാം, നമുക്കൊരു ഐഡിയ കിട്ടും. അതേസമയം അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും മനസ്സിലാകത്തില്ല, ഇവിടെ ഒന്നുമില്ല, ബ്ലാങ്കാ കണ്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ധാരണ ഇല്ലാതായി പോകും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഫ്യൂച്ചറോട് ആടി നോക്കണം എന്ന് പറയുന്നത്. ഇങ്ങനെ ഫ്യൂച്ചർ ആടി ചെയ്തപ്പോൾ നമുക്ക് ഇത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇത്രയും വലിയൊരു നല്ല ഒരു ക്യാൻഡിലാണ് വന്നതെങ്കിലും പിന്നെ സെല്ലേഴ്സ് താഴോട്ട് കൊണ്ടുപോയെങ്കിലും അത് ഒരു 50% പിന്നെ സസ്റ്റെയിൻ ചെയ്തിരുന്നു. അപ്പൊ ഇവിടുന്ന് ഒരു ചെറിയൊരു മൂവ്മെന്റ് നമുക്ക് മേലോട്ട് ഉണ്ടാവും, നമുക്കൊരു പ്രതീക്ഷ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇത് നോക്കി വേണമെങ്കിൽ ഇവിടെ ട്രേഡ് എടുക്കാൻ പറ്റും. എടുത്തു കഴിഞ്ഞാൽ ഇത് നോക്കുക, അത് കഴിഞ്ഞിട്ട് ഈ വോളിയം ഈ ക്യാൻഡിലും കണ്ടു കഴിഞ്ഞാലുണ്ടാവും ഇവിടുന്ന് മാർക്കറ്റ് പിന്നെ പതുക്കെ മേലോട്ട് കയറാൻ തുടങ്ങും ഈ വോളിയത്തിനനുസരിച്ച് കണ്ടോ. അപ്പൊ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു ചെറിയ ട്രേഡ് കിട്ടും. ശരിക്കും നോക്കി മനസ്സിലാക്കി കാണുമെങ്കിൽ ഈ വോളിയം നോക്കി ഇതിനെ ബേസ് ചെയ്ത് നമുക്കൊരു ട്രേഡ് എടുക്കാം. ട്രേഡ് എടുത്തിട്ട് അടുത്ത ക്യാൻഡിൽ അത് നമുക്ക് സ്റ്റോപ്പ് ലോസ് നമ്മളോട് വെക്കും, ഇതിന്റെ താഴെ വെക്കും. ഫ്യൂച്ചറിലാണെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. നമ്മൾ സ്പോട്ടിലെ ട്രേഡ് ചെയ്തെങ്കിൽ നമുക്ക് ഒരു ഐഡിയക്ക് വേണ്ടി നമുക്ക് ഇതിന്റെ താഴെ ഒരു സ്റ്റോപ്പ് ലോസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ട്രേഡ് അപ്പുറത്ത് എടുക്കാൻ പറ്റും. എടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയി. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഇവിടുന്ന് ഏകദേശം ഒരു ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുത്ത് വിചാരിച്ചു, ഈ ക്ലോസിംഗ് ക്യാൻഡിലിൽ അവിടെ ട്രേഡ് എടുത്ത് നമുക്ക് കൺഫർമേഷൻ ഇവിടെ നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ 11,987 നമുക്കിപ്പോ 2 ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാലും 87, 16, 10-30 പോയിന്റ് നമുക്ക് 10-25 പോയിന്റ് നമുക്ക് എന്ത് കിട്ടാൻ പറ്റും. അപ്പൊ സുഖമായിട്ട് ഒരു 1,000-1,500 രൂപ നമുക്കിവിടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ഞാൻ പറയാൻ മറന്നുപോയി,
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് മിഡ് ക്യാപ്പിനകത്തിൽ ക്വാണ്ടിറ്റി 75 ആണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഒരു ബാങ്ക് നിഫ്റ്റി 5 ലോട്ട് ചെയ്യുന്നതിന് തുല്യമാണ് ഒരു മിഡ് ക്യാപ്പ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. 5 ലോട്ടിന് തുല്യമാണ്. ഇപ്പം നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ 3 ലോട്ട് നിഫ്റ്റി ചെയ്യുന്നതിന് തുല്യമാണ് ഒരു മിഡ് ക്യാപ്പ്. അതുകൊണ്ട് ആവശ്യമില്ലാതെ ഒത്തിരി ക്വാണ്ടിറ്റി എടുത്ത് നിങ്ങൾ ഭാഗ്യം പരീക്ഷിക്കാൻ ഒരിക്കലും നിൽക്കില്ല. പ്രത്യേകിച്ച് നമ്മളിത് ആദ്യം ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു ലോട്ടിൽ കൂടുതൽ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഒരു ലോട്ട് ചെയ്ത് നിങ്ങൾക്ക് തറവായി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ട് മാത്രമേ പിന്നെ ഫർദർ കൂടുതൽ ലോട്ടിലൂടെ നിങ്ങൾ ചെയ്യാൻ പോകാവൂ. അത് പ്രധാനപ്പെട്ട കാരണം ഒരു വയലന്റ് മൂവ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നതിന് ഓപ്പോസിറ്റ് മാർക്കറ്റ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടം സംഭവിക്കും. പ്രത്യേകിച്ച് സ്റ്റോപ്പ് ലോസ് ഒന്നും കീപ്പ് ചെയ്യാത്തതാണെന്ന് നമുക്ക് ഭയങ്കരമായിട്ട് നഷ്ടം സംഭവിക്കും. അതാണ് ഇതിനകത്തിലെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞ സംഭവം. മിഡ് ക്യാപ്പിനകത്തിലെ നെഗറ്റീവ് എന്ന് പറഞ്ഞ സംഭവം ഇതാണ്. അതായത് ലോട്ട്സ് അതിന്റെ ക്വാണ്ടിറ്റി സൈസ് കൂടുതലാണ്. അപ്പം അതിനനുസരിച്ച് നമ്മൾ എപ്പോഴും പൊസിഷൻ നമ്മൾ വളരെ കെയർ ആയിരിക്കണം എടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ 75 ക്വാണ്ടിറ്റി ആണ് പറയുന്നത്. അപ്പം ഇവിടെ നമുക്കൊരു 10 പോയിന്റ് അത് പ്രീമിയത്തിൽ 10 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് 750 രൂപ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇവിടെ നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വേണം എക്സിറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ എടുത്ത ഫോമായി വേണം നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഈ സ്റ്റോപ്പ് ലോസ് നമ്മൾ ട്രെയിൽ ചെയ്യും. സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാന്ന് പറയും. നാലാമത്തെ ക്യാൻഡിൽ വീണ് കഴിഞ്ഞപ്പോൾ ഈ ഗ്രീൻ ക്യാൻഡിൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഈ ഗ്രീൻ ക്യാൻഡിലിന്റെ താഴെ കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ ട്രെയിൽ ചെയ്യാം. ഓക്കെ, ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ട്രേഡ് വിടാം. ഇങ്ങനെ സ്റ്റോപ്പ് ലോസ് ഈ സേഫ് ട്രേഡേഴ്സ്, അതായത് ബിഗിനേഴ്സും ഞാൻ പിന്നെ റിസ്ക് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് കിട്ടിയത് ഉള്ളത് മതി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പോകാന്നുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രണ്ടാമത്തെ ക്യാൻഡിലെ ഫ്രണ്ട് മണ്ടയ്ക്ക് വരുമ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോപ്പ് ലോസ് ആ ക്യാൻഡിലിന്റെ താഴെ ഇവിടെ കൊണ്ടുവച്ച് നമുക്ക് ട്രെയിൽ ചെയ്യാം. ട്രെയിൽ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഒരിക്കലും അടിച്ചിട്ടില്ല, അടിക്കാതെ തന്നെ മുന്നോട്ട് ഒരിക്കലും ഈ ട്രേഡ് തീരുന്നിടം വരെ നമുക്ക് എന്ത് അടിച്ചില്ല. അത് ഈ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുന്നതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ്. പക്ഷെങ്കിൽ അത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രേഡർക്ക് മാത്രമേ അതങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇമോഷണൽ കൺട്രോൾ ഭയങ്കരമായിട്ട് വേണം ഇവിടെ. എനിക്ക് പോലും ഇത് ഒരിക്കലും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളൊരു ഒരു ടോപ്പിലൊക്കെ വരുവാണെന്ന് ചിലപ്പോൾ നമ്മളങ്ങ് ഇറങ്ങും. പിന്നെ കാരണം ഇവിടെ എല്ലാം കൺസോൾട്ടേഷൻ ചിലപ്പം ഈ പ്രത്യേകിച്ച് പിന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ എക്സ്പയറി ചെയ്ത് അതുകൊണ്ട് നമുക്ക് ഈ മൊമെന്റ് ഒരിക്കലും ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എക്സ്പയറി ഡേയിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് എടുത്ത് റീ എൻട്രി ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് കുറച്ച് ബ്രോക്കറേജ് കൂടുതലായിരിക്കും. പക്ഷേ നമ്മൾ കയ്യിൽ അത് ഹോൾഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രീമിയം മെൽറ്റായി പോകും. അപ്പോൾ പ്രീമിയം ഒരിക്കൽ തീരും. നമുക്ക് ചിലപ്പോൾ നമ്മൾ ഇവിടെ എടുത്ത ട്രേഡ് നമ്മൾ ഒരു 20 രൂപയ്ക്ക് അല്ല ഒരു 30 രൂപയ്ക്ക് എടുത്ത് വിചാരിച്ചു. ഇവിടെ ട്രേഡ് ഇപ്പോൾ ഒരു ATM ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടുന്നൊരു 40 രൂപയ്ക്കൊക്കെ ATM കിട്ടുമായിരുന്നു. ATM 40 രൂപ കിട്ടുന്ന വിചാരിച്ചു. ഈ 40 രൂപ ഇവിടെ ഈ 2 ക്യാൻഡില് ഓക്കെ നമ്മൾ ഇവിടെ എടുത്തത് ട്രേഡ്. ഓക്കെ, നമ്മൾ ട്രേഡിന് കയറിയത് ഇവിടെ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇവിടെയാണ് നമ്മൾ ട്രേഡിന് കയറിയത്. ഓക്കെ, ഇവിടെ നമ്മളൊരു ATM 40 രൂപയ്ക്കാണ് നമ്മളൊരു ട്രേഡ് എടുത്തെങ്കിൽ 40 രൂപയ്ക്ക് ഒരു ട്രേഡ് എടുത്തെങ്കിൽ ഇത് ഇവിടെ ഒരു ഏകദേശം 60 രൂപയ്ക്കാണ്. 60 രൂപ. അപ്പോൾ 60 55 രൂപ 60 രൂപയ്ക്കാണ് ഈ 2 ക്യാൻഡിലാണ്. കാരണം പിന്നെ ഇതിന്റെ എക്സ്പയറി ഡേ ആയതുകൊണ്ട് മൂവ്മെന്റ്സ് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ വരുമ്പോൾ ഒരു 60 രൂപ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 60 രൂപ 20 പോയിന്റ് കിട്ടി 1500 രൂപയായി ഒരു ലോട്ടിന്. ഞാനിവിടെ സ്വാഭാവികമായിട്ട് ഇറങ്ങണം. 1500 രൂപ ന്യായമായിട്ട് 2 ക്യാൻഡിൽ, അത് 10 മിനിറ്റ് കൊണ്ട് 1500 രൂപ നിങ്ങൾക്ക് കിട്ടി. ശരിയല്ലേ? 1500 രൂപ കിട്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇറങ്ങണം. ഇനി അല്ല ഞാൻ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാന്ന് വിചാരിച്ചോ, സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യണം ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. മാർക്കറ്റ് വൈകുന്നേരം 3:30 ആയപ്പോഴാണ് ഇവിടെ ഒരു വയലന്റ് മൂവ് നടന്നത്. ഓക്കെ, പക്ഷെങ്കിൽ ഈ സാധനം നിങ്ങൾ ഈ 40 രൂപയ്ക്ക് മേടിച്ച സാധനം ഇവിടെ വരുമ്പോൾ ഏകദേശം ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഗ്രീൻ ക്യാൻഡിൽ നോക്കണം. ഈ ഗ്രീൻ ക്യാൻഡിൽ അവിടെ വരുമ്പോൾ ഏകദേശം ഇതിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയില് 15 രൂപയായിരിക്കും. പക്ഷേ ഈ മാർക്കറ്റ് ഇത്രയും കുറച്ച് കയറി ഇവിടെ വരുമ്പോൾ പ്രീമിയം 60 രൂപയായിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ പ്രീമിയം 10 രൂപയായിരുന്നു. ഇനി അടുത്ത ക്യാൻഡിൽ ഈ ഒരു വലിയ മൂവ്മെന്റ് ഉണ്ടായി. ആദ്യം മാർക്കറ്റ് മേലോട്ട് പോയി, പിന്നെ ഒറ്റയടിക്ക് താഴോട്ട് വന്നു, വീണ്ടും തിരിച്ച് മുകളിൽ കയറി ക്ലോസ് ചെയ്യും. ഈ ഒരു മൂവ്മെന്റ് മാത്രമേ നിങ്ങളുടെ ഈ 10 രൂപ എന്നുള്ള പ്രീമിയം 4 രൂപയായിരിക്കും ഈ ഒറ്റ ക്യാൻഡിൽ. കാരണം അപ്പുറത്തെ ഏകദേശം ഒരു 2:30-3 മണിയായി. ഈ 10 രൂപ എന്നുള്ള പ്രീമിയം ചിലപ്പോൾ വെറും 3 രൂപ 4 രൂപ 5 രൂപയായി കാണും.
പിന്നെ ഇത് ഇവിടെ നിന്ന് ലാസ്റ്റ് അവസാനത്തെ 5 മിനിറ്റ് ക്യാൻഡില. ഇവിടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ സംഭവം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ATM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 പൈസയോ 60 പൈസയോ ആകും. പിന്നെ ഈ ഒരു മൂവ്മെന്റ് കിട്ടിയാൽ അതിനകത്ത് ഒന്നും കിട്ടാനില്ല. അപ്പം എപ്പോഴും നമ്മൾ എക്സ്പയറി ഡേയിൽ ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് റീ എൻട്രിക്ക് വേണ്ടി ശ്രമിക്കാൻ മാത്രമേ ചെയ്യാവൂ. അതേസമയം ഒരു എക്സ്പയറി ഫസ്റ്റ് ഡേ ആണെന്നുണ്ട്, ഒരു കോൺട്രാക്ട് കൊടുക്കുന്നതിന്റെ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഹോൾഡ് ചെയ്യാം. ഈ പറഞ്ഞ ഇപ്പോൾ നിങ്ങൾ കോൺട്രാക്ട് കൊടുക്കുന്നത് ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു 40 രൂപയാണെങ്കിൽ ഇവിടെ ഈ പ്രീമിയം കൂടുമ്പോൾ ഒരു 60 രൂപയ്ക്ക് വരെ 55 രൂപ ആകത്തുള്ളൂ. കാരണം മൂവ്മെന്റ്സ് കുറവായിരിക്കും. 55 രൂപ. ഈ 55 രൂപ നിങ്ങൾ ഈ അവസാനം വരെ ഈ എൻഡ് ഓഫ് ദ ഡേ വരെ നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 55 രൂപ എന്നുള്ളത് ചിലപ്പോൾ ഇവിടെ ഒരു 80 രൂപ 70 രൂപ 75 രൂപ നിങ്ങൾക്ക് കിട്ടും. കാരണം DK കുറവായുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ട്രേഡ് എടുക്കുന്ന ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ദിവസത്തിന്റെ പ്രാധാന്യം. എക്സ്പയറി ഡേ ആകാൻ ശ്രദ്ധിക്കുക. അല്ലെ എക്സ്പയറി ഡേ തലേ ദിവസമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ പാടില്ല. കാരണം ഏതെങ്കിലും സൈഡിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ മുഴുവൻ വാഷ് ഔട്ട് ആയി പോകും. അതുകൊണ്ട് ഈ എക്സ്പയറി ഡേയിൽ പ്രത്യേകിച്ച് ട്രേഡ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങിയിട്ട് തിരിച്ച് വീണ്ടും കയറുക. ആ മൊമെന്റം കിട്ടുമ്പോൾ തിരിച്ച് വീണ്ടും കയറുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ. ഓക്കെ. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പിന്നെ ഇന്നലെ ആണ് കഴിഞ്ഞ പറഞ്ഞ പ്രീമിയം കുറയുന്നില്ല കൂടുന്നില്ല എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. അത് പിന്നെ മേലോട്ട് പോയിട്ടും പിയുടെ പ്രീമിയം കുറയുന്നില്ല എന്ന് ഇന്നലെ കുറെ പേര് പറഞ്ഞായിരുന്നു. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എപ്പോഴും ഈ നിഫ്റ്റിയുടെ സ്പോട്ടും മിഡ് ക്യാപ്പും നമ്മൾ ശ്രദ്ധിക്കണം. സാധാരണഗതിയിൽ ഒരു കോൺട്രാക്ട് തുടങ്ങുമ്പോൾ മന്ത്ലി കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നിഫ്റ്റിയുടെ സ്പോട്ടിനേക്കാൾ ഒരു 30 പോയിന്റ് മേളിലായിരിക്കും നിഫ്റ്റിയുടെ ഫ്യൂച്ചർ എപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അത് എക്സ്പയറിയോട് അടുക്കും തോറും അതിന്റെ ആ ദൂരം തമ്മിലുള്ള ഗ്യാപ്പ് കുറഞ്ഞു വരും. പക്ഷെ ഇപ്പം ഇനി നമുക്ക് മന്ത്ലി എക്സ്പയറിക്ക് ഏകദേശം ഇനി ഒരാഴ്ചയോട് ബാക്കിയാണ്, അടുത്ത ഒരാഴ്ചയോട് ബാക്കിയുണ്ട്. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ച്, ഇവിടെ ആണെങ്കിൽ ഇതിന്റെ മിഡ് ക്യാപ്പിന്റെ ഫ്യൂച്ചർ സ്പോട്ടിനേക്കാൾ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കയ്യിലുള്ള പ്രീമിയം മൂവ് ചെയ്യുന്നത് ഒരിക്കലും സ്പോട്ടിനെ അടിസ്ഥാനമാക്കിയല്ല, ഫ്യൂച്ചറിനെ അടിസ്ഥാനമാക്കിയാണ്. അത് പാലാഴി പറഞ്ഞ് ഒരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഫ്യൂച്ചറിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ പ്രീമിയം മൂവ് ചെയ്യുന്നത്, ഒരിക്കലും സ്പോട്ടിനെ അനുസരിച്ചല്ല. അപ്പം ഇവിടെ ശ്രദ്ധിച്ച്, മിഡ് ക്യാപ്പിന്റെ ഫ്യൂച്ചർ എപ്പോഴും സ്പോട്ടിനേക്കാളും താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഈ മിഡ് ക്യാപ്പിനകത്ത് ഇപ്പൊ സ്പോട്ട് ചിലപ്പം 10, 15, 16 പോയിന്റ് മുമ്പോട്ട് പോയാൽ ചിലപ്പോൾ 3, 4, 5 പോയിന്റ് ആയിരിക്കും മിഡ് ക്യാപ്പിന്റെ ഫ്യൂച്ചർ മൂവ് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള മൂവ്മെന്റ് എന്ത് കാണത്തുള്ളൂ? പ്രീമിയത്തിലും കാണത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പ്രീമിയത്തിനകത്തിൽ വലുതായിട്ട് ഡിഫറൻസ് വരാത്തതിന്റെ, അല്ലെങ്കിൽ ലോസ് വരാത്തതിന്റെ, അല്ലെങ്കിൽ പ്രീമിയം കുറയാത്തതിന്റെ കൂടാത്തതിന്റെ മെയിൻ കാരണം ഫ്യൂച്ചറിന് മൂവ്മെന്റ് ഇല്ലാത്തതുകൊണ്ട്. അതേസമയം സ്പോട്ടിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ സ്പോട്ട് അവിടെ തന്നെ നിൽക്കുമായിരിക്കും, നമ്മുടെ പ്രീമിയം ചിലപ്പോൾ കൂടുന്നതാണ്. അപ്പം അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഫ്യൂച്ചർ അനങ്ങുന്നുണ്ടെന്ന് നോക്കണം. ഫ്യൂച്ചർ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ പ്രീമിയം അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാലും പ്രീമിയം പതുക്കെ കൂടാന്നുള്ളതാണ്. അതിലൂടെ വിക്സിനൂടെ എന്തെങ്കിലും വ്യതിയാനം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, വിക്സിന് സ്പൈക്ക് ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രീമിയം കൂടും. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്യൂച്ചർ എപ്പോഴും സേഫ്റ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു നല്ല മാർക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സ്പോട്ടിന്റെ മേളിൽ വേണം ഫ്യൂച്ചർ ട്രേഡ് ചെയ്യാൻ. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. സ്പോട്ടിന് താഴെ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒരു ലിമിറ്റഡ്, അതായത് മാർക്കറ്റിന്റെ മൂവ്മെന്റ് ലിമിറ്റഡ് ആയിരിക്കും. അധിക ദൂരമൊന്നും മാർക്കറ്റ് പോകാൻ ചാൻസ് വളരെ കൂടുതൽ, അല്ലെങ്കിൽ ഒരു വയലന്റ് മൂവിനുള്ള സാധ്യത കുറവായിരിക്കും എന്നാണ് ഞാൻ പഠിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഫ്യൂച്ചർ എപ്പോഴും സ്പോട്ടിനേക്കാൾ താഴെ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന്റെ മൂവ്മെന്റ് ലിമിറ്റഡ് ആയിരിക്കും. അതായത് മാർക്കറ്റ് അധികം ഒന്ന് ദൂരത്തോട്ടൊന്നും പോകാൻ സാധ്യത വളരെ കുറവാണ്. അന്നും അത് തന്നെ സംഭവിച്ചത്. ഫ്യൂച്ചർ താഴെ ട്രേഡ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് കുറെ മേളിൽ പോയിട്ട് മാർക്കറ്റ് നേരെ തിരിച്ച് താഴെ വന്നു. കണ്ടോ? സ്പോട്ട് നോക്കാം. കണ്ടോ? അപ്പം മാർക്കറ്റ് അധിക ദൂരമൊന്നും പോയില്ല. ഇവിടെ വന്ന് ഇങ്ങനെ വന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് മേലോട്ട് പോയി, പിന്നെ ക്ലോസ് ചെയ്ത് താഴെ 12,042, 12,051 ക്ലോസിങ്. അപ്പോൾ ഇത്രയും 66 വരെ പോയെങ്കിലും ക്ലോസ് ചെയ്തത് ഏകദേശം 40-നടുത്ത് വന്നാണ് ഇത് ക്ലോസ് ചെയ്തത്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫ്യൂച്ചറിനെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഫ്യൂച്ചറിന്റെ മൂവ്മെന്റ് എങ്ങനെ ഇരിക്കുന്നു അതിനെ ബേസ് ചെയ്തായിരിക്കും
പ്രീമിയം മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇനി എന്താ പറയാനുള്ളത്? ഇനിയും അടുത്തത് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ഡൗട്ട്സും നിങ്ങളുടെ ആശങ്കയാണ് എങ്ങനെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ്, എങ്ങനെയാണ് ലെവലുകൾ വരയ്ക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് നോക്കാം. ലെവലുകൾ ഞാൻ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും സംഭവമുണ്ടോ, കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഒരു ഐഡിയ ഇല്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ നമ്മൾ ഇനി ശ്രദ്ധിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഞാൻ ചാർട്ട് വരയ്ക്കുന്നത്, ഡെയിലി എങ്ങനെയാണ് നിങ്ങൾക്ക് ലെവൽ പറഞ്ഞു തരുന്നുള്ള എല്ലാവരുടെയും ഇൻബോക്സിൽ ധാരാളം മെസ്സേജ് വരാറുണ്ട്. അപ്പൊ അത് വേറെ അതിന് വലിയ സംഭവങ്ങൾ മറച്ചൊക്കെ കാര്യങ്ങളൊന്നും ഇല്ല. സാധാരണഗതിയിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ 2-3 ദിവസം 3 ദിവസം ഇരിക്കുമ്പോൾ ആദ്യം ഞാനൊരു വീക്കിലി ചാർട്ട് എടുത്ത് നോക്കും. ഇപ്പൊ സ്പോട്ടാണ്. ഇപ്പം മിഡ് ക്യാപ്പിന്റെ വീക്കിലി ചാർട്ടായി കാണുന്നത്. ഈ വീക്കിലി ചാർട്ടിനകത്തിൽ നമ്മൾ ഇതിനകത്തിലെ വീക്കിലി ചാർട്ടിന്റെ പോസിബിലിറ്റീസ് നോക്കും. എങ്ങനെ മാർക്കറ്റ് എവിടം വരെ പോയി, എങ്ങനെ പോയി, ഇനി എന്താണ് അതിന്റെ മൂവ്മെന്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇപ്പൊ നോക്കി മാർക്കറ്റ് വീക്കിലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്രീൻ ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇപ്പൊ വീക്കിലി അനാലിസിസ് ഞാൻ ഈ പറയുന്നത്. ഈ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഇവിടെ ക്ലോസ് ചെയ്തേക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു ട്രെൻഡ് ലൈൻ. ഇപ്പം നോക്കിയ മാർക്കറ്റ് ഇങ്ങനെ ഈ ഒരു ട്രെൻഡ് ലൈനെ ബേസ് ചെയ്താണ് ഇങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മാർക്കറ്റ് ഇപ്പം മിഡ് ക്യാപ്പ് ഇപ്പൊ അതിന്റെ ഒരു പീക്ക് ലെവലിൽ നിൽക്കുകയാണ്. ഇവിടുന്ന് എങ്ങോട്ട് മാർക്കറ്റ് പോകും നമുക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം മോളിൽ നമുക്കൊന്നും വരയ്ക്കാനില്ല. കാരണം ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതിനെ ഒരു പാരലായിട്ട് ഒരു ട്രെൻഡ് ലൈൻ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇതാണ് നമുക്ക് ഇതാണ് ഇപ്പൊ നമുക്ക് വീക്കിലി ബേസിൽ നമുക്ക് കിട്ടുന്ന ഒരു ഐഡിയ ആണിത്. അപ്പം എന്താ സംഭവിക്കുന്നത്? മാർക്കറ്റ് മാക്സിമം ഇനിയും പോകാനുള്ളത് ഈ ട്രെൻഡ് ലൈൻ വരെയാണ്. അതായത് ഏകദേശം ഒരു 12 പോയാൽ ഇപ്പൊ ഒരു 12,250 മാക്സിമം ഒരു 12,250 വരെയൊക്കെ പോകാനുള്ള ചാൻസസ് നിലവിൽ നമ്മുടെ ഇപ്പോഴത്തെ അനാലിസിസ് വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു 250 ഈ പോയിന്റ് വരെ നമുക്ക് ഒരു പോസിബിലിറ്റി നമ്മൾ കാണുന്നുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ എന്താ പ്രതീക്ഷിക്കുന്നത്? മാർക്കറ്റ് ഇവിടെ വരെ വന്ന് തട്ടി നേരെ താഴോട്ട് തിരിച്ച് വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എൻ്റെ. ഇല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ ഒരു ഡേ ക്യാൻഡിൽ എന്ത് ചെയ്യണം? ഇതിന് നമുക്കൊരു അപ്സൈഡ് പ്രതീക്ഷിക്കണമെങ്കിൽ, നമുക്ക് ഇവിടെ എന്ത് സംഭവിക്കണം? ഇവിടെ ആണെങ്കിൽ ഒരു ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു അപ്സൈഡ് ഇവിടുന്ന് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഈ ഗ്രീൻ ക്യാൻഡിൽ ഇനി അടുത്ത വീക്കിലി ക്യാൻഡില് ഇതിൽ തട്ടി ഇട്ട് ഒരു വിക്കോട് കൂടെ താഴെ ക്ലോസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ ഒരു ഈ ട്രെൻഡ് ലൈനിന്റെ മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ് തരാനുള്ള ചാൻസസ്. 2 പോസിബിലിറ്റീസ്. ഒന്നുകിൽ ഒരു വിക്ക് പോയിട്ട് താഴെ വന്ന് ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ ബോഡി, ഈ ട്രെൻഡ് ലൈനിന്റെ മുകളിൽ ബോഡി ക്ലോസ് ചെയ്യുക. ഈ 2 പോസിബിലിറ്റീസ് ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം നമുക്ക് മാർക്കറ്റ് ഇനി അങ്ങോട്ട് ഒന്നുകിൽ ഒരു വയലന്റ് മൂവ് ആണ്, അല്ലെങ്കിൽ നേരെ വലിയ മാർക്കറ്റിൽ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഈ 12,250 റേഞ്ചിൽ ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ട് മാർക്കറ്റ് ഒന്നുകിൽ ഇങ്ങോട്ട് താഴെ പോകും, അല്ലെങ്കിൽ മേലോട്ട് പോകും. അപ്പം ഇതാണ് ഡെയിലി. ഓക്കെ, വീക്കിലി. അപ്പൊ നമുക്കിനി ഡെയിലി നോക്കാം. ഡെയിലി ഈ പറഞ്ഞ പോലെ തന്നെ വലിയ മാറ്റങ്ങളൊന്നുമില്ല, ഇതുപോലെ തന്നെ സംഭവം. ഇപ്പം മാർക്കറ്റ് ഈ 12,250 വന്നിട്ട് ഇതിന്റെ മുകളിൽ ഒരു ഡേ ക്യാൻഡിൽ വൃത്തിയായിട്ട് നമുക്ക് ക്ലോസിങ് കിട്ടണം. ഒരു ഡേ ക്യാൻഡിൽ നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് ഇവിടെ ക്ലോസിങ് കിട്ടിയെങ്കിൽ
ഒരു ഡേ ക്യാൻഡിൽ നമുക്ക് ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു കറക്റ്റായിട്ട് ഒരു ക്ലോസിങ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഇനി ഒരു അപ്സൈഡ് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഈ ട്രെൻഡ് ലൈന് തട്ടി താഴോട്ട് തിരിച്ചു വരും എന്നുള്ളതാണ് നമുക്ക് ഡേ ബേസിസിലും പറയാനുള്ളത്. ഡേ ബേസിസിലാണെങ്കിലും ഇതിന്റെ ഈ ട്രെൻഡ് ലൈനിന്റെ മുകളിൽ ഒരു ഡേ ക്യാൻഡിൽ നല്ല വോളിയത്തോടു കൂടെ നമുക്ക് ബ്രേക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ഇനി ഫർദർ അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് അപ്പൊ എന്റെ രണ്ടാമത്തെ ഈ ലെവൽ വരയ്ക്കുന്നതിന് രണ്ടാമത്തെ ഘട്ടം ഞാൻ ഈ പറഞ്ഞു. അപ്പൊ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലോവർ ടൈം ഫ്രെയിമിൽ ഒരു ദിവസം മാർക്കറ്റ് എത്രത്തോളം മൂവ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് എന്താ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു 45 മിനിറ്റ്സ് റേഞ്ചിൽ നമ്മൾ ഇതിനെ എടുക്കും. ഇപ്പോഴും ഈ വരയിനകത്ത് തന്നെ കിടക്കുകയാണ്. 45 മിനിറ്റ്സിൽ എടുത്തിട്ട് നമ്മൾ ഇതിനകത്തിൽ സപ്പോർട്ട് നോക്കും. ഏറ്റവും കൂടുതൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുള്ള ഒരു റേഞ്ച് നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാനുള്ള റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു 45 മിനിറ്റ്സിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രധാനപ്പെട്ട സപ്പോർട്ടാണ്. കണ്ടോ, ഇവിടെ സപ്പോർട്ട് എടുത്ത് റെസിസ്റ്റൻസ് ആണ് ഇവിടെ ക്ലിയർ ചെയ്തിരിക്കുന്നത്. ഇവിടെ റെസിസ്റ്റൻസ് ആണ്. അപ്പം നമ്മള് ഇതൊരു പ്രീവിയസ് റെസിസ്റ്റൻസ് ആയിരുന്നു. ഇവിടെ ഒരു പ്രീവിയസ് റെസിസ്റ്റൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത് ചോദിച്ചു ഇത് 4 hour ആണോ 45 മിനിറ്റ്സ് ആണോ? സോറി, ഇത് 4 hour. സോറി നമുക്കത് 45 മിനിറ്റ്സിലോട്ട്. സോറി, താങ്ക് യു. ഓക്കെ 45 മിനിറ്റ്സിലോട്ട് നമ്മൾ നോക്കിയപ്പോൾ മെനി ടൈംസ് ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് കാണാം, ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് കാണാം, ഇവിടെ വരെ എത്തിയില്ല, അതിന് മുമ്പ് സംഭവം തിരിച്ചു പോയി. അപ്പോൾ നമുക്ക് ഇത് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ആക്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം. അപ്പം നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ വരച്ചു. ഓക്കെ, മാർക്കറ്റ് ഇനി ഇവിടെ വന്നാൽ ഇവിടെ വരെ തിരിച്ചു വരും എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ഇനി അടുത്ത് 45 മിനിറ്റ്സിലാണല്ലോ. ഇനി അടുത്തത് ഒരു സപ്പോർട്ട് നമുക്ക് ഇവിടെ കാണാനുള്ളത് ഇവിടെയാണ് കാണാനുള്ളത്. ഓക്കെ, പിന്നെ നമുക്കൊരു കോമൺ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ് കാണാനുള്ളത് ഇവിടെയാണ്. കണ്ടോ, മാർക്കറ്റ് ഇവിടെ ഒരു പ്രാവശ്യം വന്നു, ഇവിടെ വന്നു, പല പ്രാവശ്യം ഇവിടെ ഒരു റിജക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാണ് ഇത് ക്രോസ് ചെയ്ത് മേളിൽ പോയിരിക്കുന്നത്. അങ്ങനെയാണ് ഇനി ഞാൻ തിങ്കളാഴ്ച വരയ്ക്കാൻ പോകുന്നത്. ചൊവ്വാഴ്ചത്തെ വരയ്ക്കാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും വരയ്ക്കാൻ പോകുന്നത്. അതായത് മാർക്കറ്റ് ഇതിനെ നമുക്ക് ഇനിയിപ്പം ഞാൻ വരയ്ക്കാൻ പോകുന്നത് 45 മിനിറ്റ്സിലും 5 മിനിറ്റ്സിലൊക്കെ ഏകദേശം തുല്യമായിരിക്കും. ഞാൻ ഒരു 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലോട്ട് നമുക്ക് ഇതിനെ മാറ്റിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഓക്കെ, ഇത് ഇവരുടെ 15 മിനിറ്റ്സിലോട്ട് മാറി. ഇപ്പൊ നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ ഇതിനെ ഒന്ന് ആറ്റി കുറുക്കി എടുക്കാൻ പറ്റും. നോക്കാം, വീണ്ടും നമ്മൾ ഒരു ട്രെൻഡ് കൂടെ നോക്കുകയാണ്. ഇത് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധനം. കാരണം ഇവിടെ കഴിഞ്ഞു, ഇവിടെ റെസിസ്റ്റൻസ് ആണ്, ഇവിടെ റെസിസ്റ്റൻസ് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് ഗ്യാപ്പ് അപ്പോഴാണ് ഇത് മോളിൽ പോയത്. ഗ്യാപ്പ് അപ്പോടെ മോളിൽ പോയിട്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ഇനി മാർക്കറ്റ് വരാനുള്ള ചാൻസസ്, പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിവിടെ വരയ്ക്കുന്നത് ഇതായിരിക്കും. ഇപ്പൊ റെസിസ്റ്റൻസ് ഇതായിരിക്കുമല്ലോ, ഫൈനൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും സംഭവം. അപ്പോൾ ഒന്നുകിൽ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ വീക്കിലി ക്യാൻഡിലിൽ വരച്ച ട്രെൻഡ് ലൈൻ ആണ് ഈ പോകുന്നത്. ഓക്കെ, ഈ പോകുന്നത്. അപ്പം മാർക്കറ്റ് ഞാൻ പറഞ്ഞു പോയാൽ മാർക്കറ്റ് എവിടം വരെ പോകും? ഇവിടെ ഈ ട്രെൻഡ് ലൈൻ വരെ പോകാനുള്ള ചാൻസസ് ഉള്ളൂ.
ഇല്ലെങ്കിൽ പിന്നെ ഇതിന്റെ മുകളിൽ ഹ്യൂജ് വോളിയത്തോടുകൂടെ ബ്രേക്ക് ചെയ്ത് ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ പിന്നെ ഒരു അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ 12:42 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 12,250 വരെ പോകാനുള്ള ചാൻസസ് ഞാൻ മുമ്പ് ഓൾറെഡി പറഞ്ഞു. അത് അങ്ങനെ പോകണമെങ്കിൽ തന്നെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് വേണം ഇവിടം വരെ പോകാൻ. അതായത് ഇതിപ്പം മാർക്കറ്റ് ഇപ്പം ഇങ്ങനെ നേരെ പോകത്തില്ലല്ലോ. ഇങ്ങനെ മാർക്കറ്റ് പോവാണെന്നുണ്ടെങ്കിൽ ഇതിപ്പം ഇങ്ങനെ 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 ഇങ്ങനെയല്ല പോകത്തുള്ളൂ. ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ പറഞ്ഞ പോലെ തന്നെ ഈ 250 ഇവിടെ വന്ന് ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ഇതെല്ലാം പോസിബിലിറ്റീസ് ആണ്. നമ്മുടെ നിഗമനങ്ങൾ മാത്രമാണ്. ഒരിക്കലും പറയുന്നത് കാര്യങ്ങൾ കറക്റ്റ് ആണെന്ന് 100% കറക്റ്റ് ആണെന്ന് യാതൊരു ഉറപ്പുമില്ല. അപ്പൊ നിഗമനങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. നമ്മൾ ഈ ചാർട്ട് വെച്ചും ഇതിനകത്തിലെ സപ്പോർട്ടുള്ള റെസൾട്ട്സ് വെച്ചും നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് നമ്മൾ ഈ വരച്ച് കാണിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഇവിടം വരെ വരാനുള്ള ചാൻസേ ഉള്ളൂ. അങ്ങനെ എങ്കിൽ ഇവിടുന്ന് എന്ത് ചെയ്യും? മാർക്കറ്റ് നേരെ ഇവിടുന്ന് ഒരു റെസിസ്റ്റൻസ് എടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് നേരെ താഴോട്ട് വരും. പക്ഷെ ഈ ലൈൻ ഈ ആരോ ഞാൻ രാവിലെ വരയ്ക്കുകയില്ല. അത് കാരണം മാർക്കറ്റിന്റെ ട്രെൻഡ് നോക്കിയിട്ട് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാനിപ്പം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? ഇവിടുന്ന് മേലോട്ട് ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, ഇതാണ് ഒരു പോസിബിലിറ്റി. പിന്നെ മാർക്കറ്റ് താഴോട്ടാണെന്നുണ്ടെങ്കിൽ ഇതിന് താഴോട്ടാണെങ്കിൽ ഇങ്ങനെ വരാനേ ചാൻസ് ഉള്ളൂ. കാരണം മാർക്കറ്റ് നമുക്ക് ഒരു ദിവസം കൂടെ ഗ്യാപ്പ് ഉണ്ട്. അത് അപ്പോൾ എന്തോ ഗ്ലോബൽ മാർക്കറ്റിൽ സംഭവിക്കുന്നത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതിന്റെ മൂവ്മെന്റ് കൂടെ നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ ചാൻസസ് ഉള്ളതുകൊണ്ട് നമുക്കിപ്പം ഒരു പ്രൊഡിക്ഷന്റെ ആക്യുറസി എന്ന് പറഞ്ഞ ഒരു 25% കാണത്തുള്ളൂ. കാരണം നമുക്ക് ഒരു ദിവസം ഹോൾഡേ ഉള്ളതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതേസമയം തിങ്കളാഴ്ച US മാർക്കറ്റിലൂടെ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഒരു ആക്യുറസി നമ്മുടെ ഒരു 50 to 75% ആകും. കാരണം നമുക്ക് ഒരു ദിവസം മാർക്കറ്റ് ഹോൾഡേ ഉള്ളതാണ്. എങ്കിലും പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ചൊവ്വാഴ്ച ഒരു ഗ്യാപ്പ് അപ്പോടെ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ വരെ പോയിട്ട് നേരെ തിരിച്ച് ഇവിടെ വരെ പോയിട്ട് ഇവിടുന്ന് തിരിച്ചു വരാനുള്ള ചാൻസസ് ആണ്. ഇത് മാർക്കറ്റ് ഇങ്ങനെ പോയിട്ട് ഇവിടെ വരെ പോയിട്ട് ഇവിടെ വന്ന് ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ഇങ്ങനെ ചാൻസ് ചെയ്യാനാണ് കൂടുതൽ. അല്ലെങ്കിൽ മാർക്കറ്റിന് ഇവിടുന്നല്ല ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പോടുകൂടെ ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും? എന്ന് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട്, കാരണം ഇവിടെ ഒരു പ്രീവിയസ് സപ്പോർട്ട് ഉണ്ട്, എന്നിട്ട് മാർക്കറ്റ് ഇവിടം വരെ പോകും. ഇവിടം വരെ പോയിട്ട് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടക്കും. ഇവിടെ കൺസോൾട്ടേഷൻ നടന്നതിന് ശേഷം മാർക്കറ്റ് ഒന്നുകിൽ മേലോട്ട് പോകും അല്ലെങ്കിൽ നേരെ താഴോട്ട് വരും. ഇല്ല, ഈ ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നേരെ താഴെ വന്ന് ഈ സപ്പോർട്ട് എടുത്ത് ഇവിടെ നിൽക്കും. ഇങ്ങനെയാണ് സാധാരണ ഇതിൽ ഞാൻ വരയ്ക്കുന്നത്. ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ചേട്ടാ, ഈ ചാർട്ടുകൾ വരയ്ക്കുന്ന ഏത് സോഫ്റ്റ്വെയറിൽ കൂടെ? ഏത് സോഫ്റ്റ്വെയർ? ട്രേഡിംഗ് വ്യൂ. അല്ലേ? അതെ, എപ്പോഴും ട്രേഡിംഗ് വ്യൂ ആണ് നമുക്ക് ഒന്നുകൂടെ കംഫർട്ട് എല്ലാ കാര്യങ്ങളും കൊണ്ട്. ഇതില് ഈ ഷെയർസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിടുന്നതാണോ മിഡ് ക്യാപ് നിഫ്റ്റിയുടെ? അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്? നമുക്ക് ഈ ട്രേഡിംഗ് വ്യൂവിനകത്തിൽ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പം ഫ്രീ ഇതിനകത്തിൽ 1-2 വാച്ച് ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ഞാനിത് എന്റെ പെയ്ഡ് വേർഷനാണ്. പെയ്ഡ് വേർഷൻ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് എനിക്ക് ഇതിനകത്ത് ഇപ്പൊ ഇത്രയും വാച്ച് ലിസ്റ്റുകളുണ്ട്. അപ്പം ഇത് പെയ്ഡ് വേർഷൻ ആയാലും ഇത്രയും. അല്ലെങ്കിൽ ഫ്രീക്കകത്തിൽ നമുക്ക് എനിക്ക് 1-2 ഷെയർസ് 100 സ്റ്റോക്ക് വരെ വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ സാറേ, ഒരു ഡൗട്ടേ. അതായത് നമ്മുടെ ഈ ഇൻഡെക്സ്ഡ് സ്റ്റോക്കുകളുണ്ടല്ലോ, ഈ മിഡ് ക്യാപ്പിലുള്ള, അതിലുണ്ടാകുന്ന മൂവ്മെന്റ് എത്ര ടൈമിനുള്ളിലായിരിക്കും ഇവിടെ ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്നത്? സഡൻ ഇമ്പാക്ട് ആയിരിക്കും അതോ ഒരു മീൻസ് വലിയ കറണ്ട് ആയിട്ട് തന്നെ ഇമ്പാക്ട് ഉണ്ടാകത്തില്ലേ? ഉണ്ടാവും. ആ സ്പോട്ടിൽ തന്നെ ഉണ്ടാവും. ഇപ്പം സംഭവിച്ചു, ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് ഇന്ത്യ ഹോട്ടലിൽ എന്തെങ്കിലും വീഴ്ച ഒറ്റയടിക്ക് 5% പോയി 5% മാർക്കറ്റിൽ രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ 5% ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്യുന്നെങ്കിൽ മിഡ് ക്യാപ്പ് ഏകദേശം ഒരു 100 പോയിന്റ് താഴെ ആയിരിക്കും.
ഓക്കെ, ഞാൻ ചോദിച്ച ഒരു വലിയൊരു ലോങ് പീരീഡ് ഒക്കെ അല്ല, ഒരു 5 മിനിറ്റ്സ് ഗ്യാപ്പ് എങ്കിലും ഉണ്ടാകുമോ, അതോ സഡൻ ഇല്ല ഇല്ല കറണ്ട് ഇല്ല തന്നെ? ഇല്ല 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 ഇല്ല, there is no time, ഓൺ ദ സ്പോട്ട് ആയിരിക്കും. നിഫ്റ്റി ഓക്കെ ഓക്കെ 50 ബാക്കിയുള്ള ചാർട്ടുകൾ എങ്ങനെ നിഫ്റ്റി 50യിലും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ എങ്ങനെ സംഭവിക്കും അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ ഓക്കെ ശരി. അതായത് സൈമൾട്ടേനിയസ് എഫക്റ്റ് ആയിരിക്കും അല്ലേ അതെ അതെ, രണ്ടിടത്തും? ആ സ്പോട്ടിൽ തന്നെ അപ്പൊ തന്നെ. പിന്നെ ഇതില് നമ്മള് OI ചാർട്ട് നമ്മൾ ഇതില് മെൻഷൻ ചെയ്യില്ല ഇതില് മിഡ് ക്യാപ്പില്. എന്തോ OI ചാർട്ട് ട്രേഡ് ഇന്ത്യക്കില് ഇല്ല, OI ചാർട്ട് നമുക്ക് ഇതിനകത്തിൽ കിട്ടത്തില്ല. OI ചാർട്ട് നമ്മൾ ബ്രോക്കറിന്റെ ആപ്പിനകത്തിലേ കിട്ടത്തില്ല. അതെ, അപ്പൊ അത് വെച്ച് നമുക്ക് ഇതില് ചെയ്യാൻ പറ്റും, മുകളിലേക്കാ പോകുന്നത്. അത് ചെയ്യാം. എക്സ്പയറി ഡേയിൽ ഒരിക്കലും OI വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം OIയുടെ മൂവ്മെന്റ്, OIയുടെ ഇത് തീരുമാനിക്കുന്നത് പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും. അവർ ബൾക്ക് ബാസ്കറ്റ് ഓർഡർ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ OI നോക്കി നേടുന്ന ആൾ കറക്കത്തില്ല, ഒറ്റയടിക്ക് താഴെ പോകും. അതേസമയം ഒരു പിന്നെ ആദ്യത്തെ ഒരു 3-4 ദിവസം, ഒരു വീക്കിലി എക്സ്പയറിയുടെ ആദ്യത്തെ ഒരു 2-3 ദിവസമൊക്കെ OI വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷേ എക്സ്പയറി ഡേയിൽ ഒരിക്കലും OI വെച്ച് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. കാരണം അവിടെ എക്സ്പയറി ഡേയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തീരുമാനിക്കുന്നത് എന്താണ്. ലാസ്റ്റ് മൊമെന്റിൽ അവർക്ക് വലിയൊരു ബാസ്കറ്റ് ഓർഡർ കൊണ്ട് ഒറ്റയടി കൊടുക്കുക എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നമ്മൾ അവിടെ OI നോക്കിയെന്നൊരു കാര്യമില്ല. അതെ അതെ, ഞാനിപ്പോ ഈ എന്ന വെള്ളിയാഴ്ച ഉള്ള ദിവസം ഞാൻ പ്രത്യേകം OI നോക്കി എനിക്ക് ഒരു അടി കിട്ടിയതായി. ലാസ്റ്റ് ഒരു 50-ലേക്കാണ്ട് ചാടി പോവുക ചെയ്ത് പെട്ടെന്ന്. അതെ, അപ്പൊ കാരണം ഒരുപാട് ഇട്ടില്ല ഞാൻ. കാരണം ഈ എക്സ്പയറി ഡേയിൽ നമ്മളല്ലേ ബയേഴ്സ്, ബൈ ചെയ്യുന്ന മാത്രം നമ്മളെപ്പോലുള്ള റീറ്റെയിൽ അവരെല്ലാം സെല്ലേഴ്സ് ആയിരിക്കും. അപ്പൊ അവര് റേഞ്ചിൽ കൊണ്ടുവച്ചേക്കുമായിരിക്കും മാർക്കറ്റിനെ. അപ്പം പെട്ടെന്നൊരു ഇപ്പം ഈ ലാസ്റ്റ് ഒരു 2 മണി കഴിഞ്ഞ ശേഷം ഒക്കെ ഒരു പെട്ടെന്നൊരു മൂവ്മെന്റ് ഒറ്റയടിക്ക് താഴെ കൊണ്ടുവരും, 50 പോയിന്റ് 100 പോയിന്റ് താഴെ കൊണ്ടുവന്നെങ്കിൽ പ്രീമിയം അതുപോലെ കിട്ടിയിരിക്കുക. പിന്നെ ഇപ്പൊ 50 രൂപയിൽ നിൽക്കുന്ന ഒരു പ്രീമിയം 2 മണി കഴിയുമ്പോൾ ഒരു 100 പോയിന്റ് താഴെ കൊണ്ടുവന്നിട്ട് തിരിച്ച് അതേ സ്പോട്ടിൽ തന്നെ തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ 50 രൂപയുടെ പ്രീമിയം ചിലപ്പോൾ 20 രൂപ കാണത്തുള്ളൂ. സംഭവമാണ് തിരിച്ചടുത്തോണ്ട് വരും. ലോങ് വിക്ക് കണ്ടിട്ടില്ല, ലോങ് വിക്ക് അതുപോലെ താഴെ വന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഈ 50 രൂപ എന്നുള്ളത് 20 രൂപ ആയിരിക്കും. അപ്പൊ സെല്ലേഴ്സിനായിരിക്കും അവിടെ ലാഭം. ഓക്കെ ഓക്കെ ഓക്കെ, ഞാനിത് മിഡ് ക്യാപ്പിൽ അപ്പൊ ഇത് വെയിറ്റേജ് നോക്കിയിട്ട് നമ്മളൊരു വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കണം അല്ലേ എല്ലാ സ്റ്റോക്കൊന്നും ചെയ്യുന്ന സമയത്ത്? തീർച്ചയായിട്ടും മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവരെല്ലാം ഈ 25 ഞാൻ കാണിച്ച 25 ലിസ്റ്റിന്റെ 25 ലിസ്റ്റ് ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ 10 പേര്, ഈ 10 എണ്ണത്തിന്റെ ഒരു വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കി എടുക്കുക, അതിന്റെ മൂവ്മെന്റ് നോക്കുക. വെയിറ്റേജ് നോക്കിയിട്ട് ടോപ്പ് വെയിറ്റേജ് ഉള്ളു അല്ലേ? അതെ 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 അതെ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അത് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്തേക്കോ കേട്ടോ. തീർച്ചയായിട്ടും ചെയ്യാം. ഒരു ഡൗട്ട് കൂടെ ചോദിച്ചോട്ടെ? ചോദിച്ചു. അതായത് നമ്മളിപ്പോ സുനിലേട്ടൻ പറഞ്ഞല്ലേ, ഇപ്പൊ നമുക്ക് വോളിയം നോക്കി നമുക്കൊരു ബ്രേക്ക് ഔട്ട് ഒരു ക്യാൻഡിൽ വന്നു. അപ്പൊ ആ ക്യാൻഡലിന്റെ താഴെ അതിന് നല്ല വോളിയം കാണുന്നുണ്ട്. അപ്പൊ ആ ക്യാൻഡലിന്റെ താഴെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമ്മൾ എൻട്രി എടുക്കുന്നത് ആ ക്യാൻഡലിനെ ബ്രേക്ക് ചെയ്ത് മേളിലോട്ട് പോകുമ്പോഴാണോ അതോ തൊട്ടടുത്ത് വരുന്ന താഴെ നിന്ന് തന്നെ എടുക്കാൻ പറ്റുമോ നമുക്ക് എൻട്രി വരുന്നത്? ആ കാര്യം ഓർമ്മിച്ചു തന്നായി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പൊ ഞാൻ പലപ്പോഴും നിങ്ങളിങ്ങനെ ആരോ ഇട്ടിട്ട് തരും എന്ന് പറയും, നിങ്ങളോട് പറയും ഇങ്ങനെ പിന്നെ ഇപ്പൊ സപ്പോസ് ഞാൻ തിങ്കളാഴ്ച ഇടുന്ന ഇത് ചാർട്ട് ഇതാന്ന് വിചാരിച്ചു. അപ്പം ഈ ട്രേഡ് എടുക്കുന്നവർ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ ഇപ്പം ഞാനിങ്ങനെ വരച്ചിട്ടേക്കുന്നു, ഇതിന്റെ മുകളിലോട്ട് മാർക്കറ്റ് പോവാണെന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാം, ഇതിന്റെ താഴോട്ട് പോകണം എൻട്രി എടുക്കാം. ഇതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, ഇനി പക്ഷേ മാർക്കറ്റ് തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച എങ്ങനെ ഓപ്പൺ ചെയ്യുന്നുള്ള നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. ദൈവം തമ്പുരാന് മാർക്കറ്റിന് മാത്രമേ അറിയത്തുള്ളൂ മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്യുമെന്ന്, മാർക്കറ്റ് എങ്ങോട്ട് പോകും. അല്ലാതെ ലോകത്ത് ഒരു ശക്തിക്കും ഈ പറയുന്ന വാറൻ ബഫറ്റ് ആണെന്ന് പറഞ്ഞാൽ ആർക്കാന്ന് പറഞ്ഞാലും മാർക്കറ്റ് എങ്ങോട്ട് പോകുന്ന ഒരിക്കലും പ്രഡിക്ഷൻ പറ്റത്തില്ല. അങ്ങനെ പ്രഡിക്ഷനുള്ള എന്തെങ്കിലും ഒരു ടൂൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ മനുഷ്യരെല്ലാം എന്നെ രക്ഷപ്പെട്ടു പോകുന്നു. അപ്പൊ നമുക്ക് പിന്നെ അത് അതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് ഒരു മിനിറ്റ് വരയ്ക്കാനുള്ള സംഭവം നോക്കട്ടെ. ഇതിനകത്ത് ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്
ഇപ്പൊ ഈ രണ്ട് ആരോ നിങ്ങൾക്ക് തന്നേക്കുന്നത് ഞാൻ ചാർട്ടിൽ ഇങ്ങനെ ആയിരിക്കും ഗ്രൂപ്പിൽ ഇടുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്താൽ ഈ രണ്ട് ഇതിനിടയിൽ മാർക്കറ്റ് ഇതിനിടയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ഇല്ല. ഈ രണ്ട് ഈ 12.067 11.920 ഇടയ്ക്ക് മാർക്കറ്റ് ഇതിനകത്താ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതിനകത്ത് ട്രേഡ് ഇല്ല. ഞാൻ ആദ്യം സംസാരിക്കുന്നത് ബിഗിനേഴ്സിനോട്, അതായത് മിഡ് ക്യാപ്പിൽ തുടക്കമായിട്ട് ചെയ്യുന്നവരോട് സംസാരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ട്രേഡ് ഇല്ല. നമുക്ക് എന്ത് ട്രേഡ് എങ്ങനെ കിട്ടണം? നമുക്ക് ട്രേഡ് ഇതിന്റെ മുകളിൽ, ഈ ലൈനിന്റെ മുകളിൽ ഒരു ബ്രേക്ക് ഔട്ട്, ഒരു ക്ലോസിങ് കിട്ടണം. അതായത് ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ 5 മിനിറ്റിന്റെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ട്രേഡ് എടുക്കാനുള്ള അവകാശമുള്ളൂ. ബിഗിനേഴ്സിനോടും എനിക്ക് ഒരുവിധ റിസ്ക് എടുക്കാൻ താല്പര്യമില്ല, കൺഫർമേഷൻ 100% കിട്ടിയതിന് ശേഷം മാത്രമേ എനിക്ക് ട്രേഡ് എടുക്കാൻ താല്പര്യമുള്ളൂ എന്ന് വിചാരിക്കുന്ന അല്ല അങ്ങനെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരോടായി സംസാരിക്കുന്നത്. 5 മിനിറ്റിന്റെ ഒരു ഫുൾ ക്യാൻഡില് ഇതിന്റെ ഈ ലൈനിന്റെ മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു ട്രേഡ് എടുക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം. ATM, ITM, OTM നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ച് നിങ്ങൾ ഇവിടെ ഒരു ട്രേഡ് എടുക്കുക. അപ്പം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? ഈ ക്യാൻഡിലിന്റെ താഴത്തെ വിക്കോ ആയിരിക്കും നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ഇനി അല്ല ഈ ചിലപ്പോൾ ഇത് ക്യാൻഡിൽ ഭയങ്കര വലിയ ക്യാൻഡിൽ, ഹ്യൂജ് ക്യാൻഡിലാണെന്ന് വിചാരിച്ചു. ഹ്യൂജ് ക്യാൻഡിലാണെങ്കിൽ മാക്സിമം നിങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഹ്യൂജ് ക്യാൻഡിലാണ് വീഴുന്നെങ്കിൽ നിങ്ങൾ ട്രേഡ് ഒഴിവാക്കുക. കാരണം ഇത് ഈ മാർക്കറ്റ് ഇത്രയും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റ് താഴെ വരാനുള്ള ചാൻസ് ഉണ്ട്. റീടെസ്റ്റ് എന്ന് പറയും. മാർക്കറ്റ് ഇങ്ങോട്ട് ഇവിടെ വരെ വന്നിട്ട് തിരിച്ചു കയറും. അപ്പോൾ ഇങ്ങനെ വലിയ ക്യാൻഡിൽ ഉണ്ടാകുന്ന സമയത്ത് സാധാരണ റീടെസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ചെറിയ ക്യാൻഡിലുകൾ വീഴും. ചെറിയ ക്യാൻഡിൽ വീണിട്ട് ഇത് നേരെ തിരിച്ച് താഴെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് പിന്നെ നേരിട്ട് തിരിച്ചു പോകും. ഇതിനാണ് റീടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ വലിയ ക്യാൻഡിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് വിട്ടേക്കുക. അന്നൊരു ദിവസം ട്രേഡ് ചെയ്തിട്ട് ഒന്നും സംഭവിക്കത്തില്ല. മാർക്കറ്റ് ഇവിടെ തന്നെ കാണും. കാശ് നിങ്ങൾ കളഞ്ഞ കാശ് പോയി കഴിഞ്ഞാൽ ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. കാശ് കയ്യിലുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. മാർക്കറ്റ് നാളെ ഇവിടെ തന്നെ കാണും. ഓപ്പർച്യൂണിറ്റീസും നമുക്ക് നാളെ തന്നെ കാണും. അപ്പം നമ്മൾ പേഷ്യൻസ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഹ്യൂജ് ക്യാൻഡിലാണ് നിങ്ങൾ ട്രേഡ് എടുക്കില്ല. ഒരു ന്യായമായ ഒരു ചെറിയ ക്യാൻഡിലോട് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ മുകളിൽ ഒരു ട്രേഡ് എടുക്കാം. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഈ ലൈനോ അല്ലെ ഈ ലൈനിന്റെ ഒരു 2 പോയിന്റുടെ താഴെ, ഈ ലൈനിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് അടിക്കും. അതുകൊണ്ട് ഒരു ശകലം കൂടെ താഴെ, ഈ ക്യാൻഡിലിന് താഴെ ഒരു ശകലോടെ താഴെ കൊണ്ട് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വെക്കുക. എന്നിട്ട് ട്രേഡ് നിങ്ങൾ ഒരു ഡൗട്ട്, ഇത് എനിക്ക് മാത്രമാണെന്ന് അറിയത്തില്ല, എന്റെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നു. ബാക്കിയുള്ള ഞാൻ ഒന്നുകൂടെ ഷെയർ ചെയ്യാമേ, ഒരു മിനിറ്റ്. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ബിഗിനേഴ്സും പുതുതായിട്ട് വന്നവരോട്, എക്സ്പീരിയൻസ് വളരെ കുറവായിട്ടുള്ളവരോടും നമുക്കിവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ക്ലോസിങ് കിട്ടിയാൽ ഇതിന്റെ മുകളിൽ വേണം നമ്മൾ, കാണുന്നുണ്ടല്ലോ അല്ലേ, വരയ്ക്കുന്നത് കാണുന്നുണ്ടല്ലോ? ഓക്കെ, ഇതിന്റെ മുകളിൽ നമ്മൾ ഇവിടുന്ന് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഈ ലൈനിന്റെ ഇതിന്റെ താഴോട്ട് ചെറിയ വിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിക്കിന് താഴെ വെക്കുക. ഇല്ലെങ്കിൽ ഈ ലൈൻ ഒരു 3-4 പോയിന്റ് താത്ത് വെക്കുക. ഈ ലൈനിൽ കൊണ്ട് മാത്രം സ്റ്റോപ്പ് ലോസ്, അതായത് 12.067 ഒക്കെ അല്ലേ, നിങ്ങൾക്ക് ഒരു 12.060 ഒരു 60-നോ 62-നോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് മാർക്കറ്റ് പോകുന്ന അനുസരിച്ച് ഇപ്പൊ ഇനി ഇവിടുത്തെ ഈ ക്യാൻഡിൽ വീണു, ഇവിടെ ഒരു ക്യാൻഡിൽ വീണു, അപ്പം ഇവിടെ ഒരു ക്യാൻഡിൽ വീണു എന്ന് വിചാരിച്ചോ, ഇങ്ങനെ വേണമെന്ന് വിചാരിച്ചോ.
സേഫ് ട്രേഡേഴ്സ്, നിങ്ങൾ ഇവിടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ട്രേഡിങ് ഇറങ്ങിയിരിക്കണം. അതിനായിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാനോ വേറെ പരിപാടിക്ക് ഒന്നും പോകില്ല. കാരണം മാർക്കറ്റ് ഇവിടുന്ന് നിങ്ങൾക്ക് 2 5 മിനിറ്റ്സ് ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 1000 രൂപ 750 മുതൽ 1000 രൂപ വരെ കിട്ടാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. ഒരു ATM ആണെന്നുണ്ടെങ്കിൽ ഒരു 750 10 പോയിന്റ്, പ്രീമിയത്തിനകത്തൊരു 10 പോയിന്റ് 12 പോയിന്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇനി അല്ല, ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എടുത്തുകൊണ്ട് നിങ്ങളുടെ ബൈ പ്രൈസിൽ വെക്കുക. ബൈ പ്രൈസിൽ വെക്കുക. അല്ലെങ്കിൽ ഒന്നുകൂടെ ചെയ്യാനുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ നെക്സ്റ്റ് തൊട്ട് താഴെയുള്ള ക്യാൻഡലിന്റെ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. പക്ഷേ ഈ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. ഇവിടെ ബൈ പ്രൈസിൽ കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമില്ല. ഓക്കെ, പോയാൽ പോയി, നിങ്ങൾ പൈസയൊന്നും പോകുന്നില്ല, നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള ബ്രോക്കറേജ് മാത്രമേ പോകാനുള്ളൂ. പൈസ വേറെ ഒന്നും പോകത്തില്ല. ലാഭം കിട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ക്യാൻഡിൽ ഇവിടെ വരെയുള്ള പോസിബിലിറ്റീസ് ആണ് ഞാൻ കാണുന്നത്. അപ്പൊ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എക്സിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ വരെ ഇനി ഒരു ടാർഗറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാർഗറ്റ് മുട്ടാൻ വേണ്ടി നോക്കിയിരിക്കില്ല. അതിനൊരു 4 5 6 പോയിന്റ് താഴെ വരുമ്പോൾ തന്നെ നിങ്ങൾ ട്രേഡ് അവിടെ നിന്ന് ഇറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇതിങ്ങനെ ഓരോ ക്യാൻഡിൽ കയറുന്ന തോറും ഓരോ ക്യാൻഡിലും മേലോട്ട് താഴോട്ട് കൊണ്ട് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് എന്ന് പറയുന്നത് ഇവിടെ അടുത്ത സ്റ്റോപ്പ് ലോസ് ഇവിടെ കൊണ്ടുവെക്കുക, അടുത്ത സ്റ്റോപ്പ് ഇവിടെ കൊണ്ടുവെക്കുക. പിന്നെ ഇത് ക്യാൻഡിൽ എത്താറാകുമ്പോൾ ട്രേഡ് ഇറങ്ങാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, മാർക്കറ്റ് ഇനി പിന്നെ ഇവിടുന്ന് തിരിച്ച് താഴോട്ട് വരാനുള്ള ടെൻഡൻസി ആയിരിക്കും വളരെ കൂടുതൽ. ഇങ്ങനെയാണ് നമ്മളൊരു ട്രേഡ് എടുക്കുന്നത്. ഇനിയും ഇതുപോലെ തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു മാർക്കറ്റിന്റെ മേലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിന് താഴോട്ട് പോകുന്ന ട്രേഡ് ഉണ്ട്. ഇതിനകത്താണ് ഓപ്പൺ ചെയ്യുന്നത്, നമുക്ക് ട്രേഡ് ഇല്ല. കാരണം ഇവിടെ ചിലപ്പോൾ കൺസോളിഡേഷൻ ആയിരിക്കും. അപ്പോൾ മാർക്കറ്റ് നമ്മുടെ പ്രീമിയം തിന്നത്ത് മാത്രമേ ഉള്ളൂ, ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല മാർക്കറ്റിന്. ഇനി ഓക്കെ, ഇപ്പൊ നമ്മൾക്ക് ഇവിടെ ഇനിയിപ്പോ ഞാൻ ഇങ്ങനെ ഒരു ട്രേഡ് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ മാർക്കറ്റ് ഇല്ലെന്ന് വിചാരിച്ചു, ഞാൻ സമയത്ത് ഇല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ നിങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങി, അപ്പൊ ഇവിടുന്ന് എന്ത് ചെയ്യാം? ഇവിടുന്ന് തിരിച്ചൊരു റിജക്ഷൻ ഉണ്ടാകുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ റിസ്കുകാരുടെ സമയമാണ്. ഇവിടെയാണ് റിസ്കുകാരുടെ സമയം. ഇവിടെ റിസ്കുകാരെന്ത് ചെയ്യും? ഇവിടെ റിസ്കുകാരെന്ത് ചെയ്യും? ഇവിടെ ഞാൻ ഇവിടെ വരെ വന്നു, മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് മുട്ടിയെന്ന് വിചാരിച്ചു. ഇവിടെ വന്ന് മുട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടുന്ന് ഈ ട്രെൻഡ് ലൈനും ക്രോസ് ചെയ്ത് ചിലപ്പോൾ ഇവിടം വരെ പോയാലും വന്നിട്ട് ഇവിടുന്ന് മാർക്കറ്റ് വരാനുള്ള ചാൻസസ് കൂടുതൽ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാനാണെങ്കിൽ ഇവിടെ മാർക്കറ്റ് ഇവിടം വരെ വന്നാൽ ഇവിടെ ഞാനൊരു ട്രേഡ് എടുക്കും. എന്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും, ഇതിനെ തൊട്ട് മേളിലായിരിക്കും. ഇപ്പൊ 12,751 പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 12,760 12,760 ഞാനൊരു സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഞാനിവിടെ ഒരു ട്രേഡ് എടുക്കും. മാർക്കറ്റ് ഒരു 60% മാർക്കറ്റ് ഇങ്ങോട്ട് വരാനുള്ള ചാൻസസ് ആണ് വളരെ കൂടുതൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കും. മാർക്കറ്റ് താഴ്ത്തു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ ബൈ പ്രൈസിൽ വെക്കിട്ട് മാർക്കറ്റ് അതിനെ അതിൻ്റെ വഴിക്ക് വിടും. ഒരു ന്യായമായ പ്രോഫിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റും. ഇതേ സിനാരിയോ തന്നെയാണ് ഇവിടെ ഇതേ സിനാരിയോ തന്നെയാണ്. മാർക്കറ്റ് ഇതിന് താഴെ ഒരു റെഡ് ക്യാൻഡിൽ മാർക്കറ്റ് ഇവിടെ റെഡ് ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്യുവാണെങ്കിൽ ഇത് ഇവിടെ പറഞ്ഞ പോലെ തന്നെ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ട്രേഡ് എടുക്കാൻ പറ്റും. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അടുത്ത ട്രേഡ് ഈ ക്യാൻഡിൽ ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ട്രേഡ് ഇടാൻ പറ്റും. ഒരു സംശയം ചോദിച്ചോട്ടെ? ഇപ്പൊ നമ്മൾ 12,067 മേളിൽ വരുമ്പോൾ നമ്മൾ അവിടെ എടുക്കേണ്ട സ്ട്രിപ്പ് ഏതാ? 12,100 അത് ചൂസ് ചെയ്യുന്ന എന്ത് മാനദണ്ഡത്തിലാണ്? അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അത് ചൂസ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ സ്ട്രൈക്ക് പറയാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓരോരുത്തരുടെ ആസ്തി അനുസരിച്ചാണ് അവരെടുക്കുന്നത്. ചിലരുടെ 5,000 രൂപ കാണത്തുള്ളൂ. അപ്പൊ 5,000 രൂപയ്ക്ക് ചിലപ്പോൾ മിഡ് ക്യാപ്പിൽ ഒരു ATM സ്ട്രൈക്ക് കിട്ടാൻ വളരെ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ അതിന് തൊട്ട് താഴെയുള്ള ഔട്ട് ഓഫ് ദ മണി എടുക്കാന്നുള്ളത്. കഴിവതും നിങ്ങൾ ATMന് 100 പോയിന്റ് ഒരു ATMനേക്കാൾ ഒരു 50 പോയിന്റ് ഒരു 100 പോയിന്റ് മാക്സിമം. 100 പോയിന്റ് ഭയങ്കര കൂടുതലാണ്. 100 പോയിന്റ് താഴെയുള്ള ATM ഔട്ട് ഓഫ് ദ മണി എടുക്കുകയാണെങ്കിൽ തന്നെ ആദ്യം കോൺട്രാക്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കോൺട്രാക്ടിന് ആദ്യത്തെ ദിവസം 2ാമത്തെ ദിവസവും ഒരു 100 പോയിന്റ് താഴെയുള്ള അല്ല മേളിലുള്ള ഔട്ട് ഓഫ് ദ മണി എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പൈസ ഇല്ലാത്തവരാണെങ്കിൽ. പൈസ ഉള്ളവരാണെങ്കിൽ കഴിവതും ATMൽ മാത്രം ചെയ്യാൻ ശ്രമിക്കുക, അറ്റ് ദ മണിയിൽ.
പൈസ ഉള്ളവരാണെങ്കിൽ ITM എടുക്കാം. ITMന്റെ ആവശ്യമില്ല. ATM ആണ് മിഡ് ക്യാപ്പിൽ ഞാൻ കംഫോർട്ടായിട്ട് കണ്ടുള്ളത്. എപ്പോഴും ATM എടുക്കുന്നതിനായിരിക്കും നല്ലത്. അതേസമയം എക്സ്പയറി ഡേയിൽ ഒരിക്കലും നിങ്ങൾ ഔട്ട് ഓഫ് ദ മണി എടുത്ത് വെച്ച് കളിക്കല്ലേ, അത് റിസ്ക് ആണ്. കാരണം പൈസ പെട്ടെന്ന് മെൽറ്റ് ആയി പോകും. അത് മാത്രമല്ല 75 ക്വാണ്ടിറ്റിയാണ്, എമൗണ്ട് പെട്ടെന്ന് പൈസ പോകും. എക്സ്പയറി ഡേയില് ഫോർ എക്സാമ്പിൾ ഇന്നലെ 12,050 സിയും 12,000 പിയും ഒരേ ലെവലിലാണ് താഴോട്ട് പ്രീമിയം പോയത്. അതെ, ഞാൻ പറഞ്ഞില്ലേ ഫ്യൂച്ചറിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഫ്യൂച്ചർ പ്രീമിയം സ്പോട്ടിനേക്കാൾ ഫ്യൂച്ചർ താഴെ ട്രേഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പ്രീമിയത്തിന് വലിയ പുട്ടിന്റെ പ്രീമിയം പിന്നെ കുറയാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാരണം മാർക്കറ്റ് ലിമിറ്റഡ് ആണ്. മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ചാൻസസ് വളരെ കുറവാണെന്നാണ് ഫ്യൂച്ചർ എപ്പോഴും സ്പോട്ടിന് താഴെ ട്രേഡ് ചെയ്യുവാണെങ്കിൽ അർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഓക്കെ ചേട്ടാ, താങ്ക് യു. ഓക്കെ, അപ്പൊ നിർത്താം. മനസ്സിലായല്ലോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും? നമ്മുടെ 2 ലൈന് വരച്ചിട്ട് അതിന്റെ അകത്താണ് മാർക്കറ്റ് ഓപ്പൺ ആവണമെങ്കിൽ അന്ന് ട്രേഡിലാണെന്ന് പറഞ്ഞല്ലോ. അതെ, ഓക്കെ. പക്ഷെ അതിനെ 2 ഏതെങ്കിലും ലൈന് ക്രോസ് ചെയ്താലോ, ക്യാൻഡിലുകൾ അതിന് ക്രോസ് ചെയ്താൽ അന്ന് ട്രേഡ് ഉണ്ടാവുമോ? അതല്ല ഞാൻ പറഞ്ഞതല്ലേ. ഇപ്പം ഇതിനിടയ്ക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് ട്രേഡ് ഇല്ല. ഇനിയിപ്പോ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുന്ന വിചാരിച്ചോ, ഇവിടെ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടില്ല. ഒന്നുകിൽ മാർക്കറ്റ് ഇങ്ങോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടം വരെ എത്താൻ വേണ്ടി ട്രേഡ്. നമ്മൾ എപ്പോഴും ഒരു ട്രേഡ് എടുക്കുന്നത് ചുമ്മാതെ എവിടെങ്കിലും കൊണ്ടുപോയി ഒരു ട്രേഡ് എടുക്കുകയല്ല ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് കണ്ടുവെക്കണം. സപ്പോർട്ട് റെസിസ്റ്റൻസിൽ മാത്രമേ നമ്മളൊരു ട്രേഡ് എടുക്കാവൂ. ഇതിനിടയ്ക്ക് കൊണ്ടിട്ട് ട്രേഡ് ഒരിക്കലും എടുക്കല്ലേ. അതൊരു നല്ല ട്രേഡറുടെ സ്വഭാവമല്ല. നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ, മാർക്കറ്റ് ഇപ്പൊ ഇവിടെ ഓപ്പൺ ചെയ്യുന്നെങ്കിൽ മാർക്കറ്റ് ഇത് ക്രോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ നമ്മൾ ട്രേഡ് എടുക്കുന്നു. അല്ലെങ്കിൽ മാർക്കറ്റ് ഇതിന് താഴെയാണെങ്കിൽ ഇതുപോലെ തന്നെ എടുക്കുന്നു. അതേസമയം മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നെങ്കിൽ നമുക്ക് ട്രേഡ് ഇല്ല, നമ്മൾ ട്രേഡ് എടുക്കാൻ പാടില്ല. കാരണം ഞാൻ പറഞ്ഞേക്കുന്നത് എന്താ, മാർക്കറ്റ് ഇവിടുന്ന് മേലോട്ട് പോകുന്നതാണോ, ഈ ആരോട് അർത്ഥം എന്താ, ഇവിടുന്ന് മാർക്കറ്റ് മേലോട്ട് പോകുന്നല്ലോ. ഇതിനിടെ കൊണ്ടുവച്ചിട്ട് മാർക്കറ്റ് മേലോട്ട് പോയി നമുക്ക് ട്രേഡ് ഇല്ല. കാരണം ഇവിടെ ഗ്യാപ്പ് അപ്പ് വന്നു കഴിഞ്ഞാലും സാധാരണ അത് എപ്പോൾ ശ്രദ്ധിച്ചാലും നിങ്ങൾ നോക്കിക്കോ, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും താഴോട്ടൊന്ന് വന്നിട്ട് മാർക്കറ്റ് മേലോട്ട് പോകത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റ് ഇടയ്ക്ക് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ വരെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ, ഇവിടെ ഈ റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് കയറാൻ ശ്രമിക്കുന്നുണ്ടെന്ന് നമ്മൾ നോക്കുക. അതിന് മാർക്കറ്റിന് ഒരു 15 മിനിറ്റ് സമയം കൊടുക്കുക. പ്രൊഫഷണൽ ട്രേഡേഴ്സ് സാധാരണ ഇതിന് മാർക്കറ്റ് നമ്മളെപ്പോലെ മാർക്കറ്റ് അങ്ങോട്ട് തുടക്കം തന്നെ 9:16 തന്നെ അല്ലെ 9:15 10 സെക്കൻഡ് ആകുമ്പോൾ തന്നെ ട്രേഡ് എടുക്കത്തില്ല. അവർ മിനിമം 15 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ ഒരു പ്രൊഫഷണൽ ട്രേഡർ ട്രേഡ് എടുക്കത്തുള്ളൂ. അല്ലാതെ മാർക്കറ്റ് കൊണ്ട് തുറക്കുമ്പോൾ തന്നെ ചാടിക്കയറി ആരും ട്രേഡ് എടുക്കാറില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മാർക്കറ്റിന്റെ വിഗതികൾ നമ്മൾ ശരിക്കും സസൂക്ഷ്മം നമ്മൾ വീക്ഷിക്കണം. അപ്പം ഇടയ്ക്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ വരെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മാർക്കറ്റ് മേലോട്ട് കയറി പോകാൻ മാർക്കറ്റിനെ വിടുക. ഇതിലിപ്പോ നമുക്കൊരു റെസൻസ് ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ വരെ മാർക്കറ്റ് എത്തിയാൽ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചൊരു ട്രേഡ് ഇങ്ങോട്ട് കിട്ടും. നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ഇവിടെ തിരിച്ചു വിടുന്ന മാർക്കറ്റ് ഇറങ്ങുവാണെന്ന് ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ റെഡ് ക്യാൻഡിൽ ഫോം ആവും. ആ റെഡ് ക്യാൻഡിൽ ഫോം ആവുകയാണെങ്കിൽ ആ റെഡ് ക്യാൻഡിലെ മോളിൽ കൊണ്ടുപോയി സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്കൊരു ട്രേഡ് നോക്കാം. സ്റ്റോപ്പ് അടിച്ചെങ്കിൽ അടിച്ചു പോയി, ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ടുള്ള ട്രേഡ് കിട്ടും. സുനിലേട്ടാ, അതുപോലെ ഇപ്പം 12,067 എന്നല്ല ഇപ്പൊ റെസിസ്റ്റൻസ് പറഞ്ഞേക്കുന്നേ. അന്നേരം അതിന് മുകളിൽ ഒരു ഫുൾ ബോഡി ക്യാൻഡിൽ തന്നെ കിട്ടണോ, നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടണോ? അല്ലാതെ ഇപ്പൊ ഒരു 12,060 കയറി അല്ല, ഞാൻ പറയാം, ഇതിന്റെ മുകളിൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ചൊവ്വാഴ്ച എനിക്കൊരു ട്രേഡ് ഇല്ല. ഇതിന്റെ മുകളിൽ നമ്മൾ എന്തിനാ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ, നമുക്ക് നാളത്തെ ഡേ ക്യാൻഡില് ഈ ലൈനിന്റെ മുകളിൽ ക്ലോസിങ് തന്നാൽ, ഇതിന്റെ മുകളിൽ ക്ലോസിങ് തന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും അപ്സൈഡിലോട്ട് പോകുന്നുള്ളതാണ്. ഇതുകൊണ്ട് നമ്മൾ ഈ നിലവിലെ പ്രൈസ് ആക്ഷൻ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 12,251 260 മേളില് ഒരു ഡേ ക്യാൻഡിൽ നമുക്ക് ക്ലോസിങ് തന്നാൽ നമുക്ക് ഇവിടുന്ന്
മാർക്കറ്റ് വീണ്ടും ഫർദർ മേലോട്ട് പോകുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇല്ലാത്തിടത്തോളം കാലം മാർക്കറ്റ് നേരെ തിരിച്ചതായിട്ട് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം എൻ്റെ ഒരു നിഗമന പ്രകാരം ഇപ്പൊ ജൂലൈ എങ്ങാണ്ട് പകുതിക്ക് ശേഷം എങ്ങാണ്ടാണ് പിന്നെ നമ്മുടെ ബജറ്റ് വെച്ചേക്കുന്നത്. അപ്പോൾ ബജറ്റിന് മുന്നേ മാർക്കറ്റ് ഒന്ന് താഴോട്ട് വന്നിട്ട് മേലോട്ട് പോകൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. അങ്ങനെയാണ്. അല്ലാതെ മാർക്കറ്റ് ഒറ്റയടിക്ക് മേലോട്ട് പോകും, അങ്ങനെ മേലോട്ട് പോയി ആ ഒരു ഹെൽത്തി പോക്കല്ല. അതുകൊണ്ട് മിക്കവാറും മാർക്കറ്റിൽ ചെറിയ കറക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. തെറ്റായിരിക്കാം. ഓക്കെ സുനിലേട്ടാ, അന്നേരം ഇപ്പൊ ഈ ഒരു റെസിസ്റ്റൻസ് അല്ലാതെ നമ്മളിപ്പം താഴെ ഇപ്പം സുനിലേട്ടൻ ഡെയിലി ഒരു ലൈൻ ഇടുമല്ലോ, ലൈൻ ഇടുമ്പം ഒരു 11,000 ഒരു ലൈൻ എന്ന് വെച്ചോ. അന്നേരം ആ 11,000 മുകളിൽ തന്നെ ഒരു ഫുൾ പിന്നെ 5 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസ് കിട്ടിയാലേ നമുക്കൊരു സി എടുക്കാവുന്നുണ്ടോ? അതല്ലെങ്കിൽ ഒരു 11 താഴെ നിന്ന് വന്നിട്ട് വിക്ക് വന്നിട്ട് 11 മേളിൽ തൊട്ടു മേളിൽ ആ ക്യാൻഡിൽ ക്ലോസ് അത് നിങ്ങളുടെ ഒരു സംശയം ഞാൻ പറഞ്ഞുതരാം. അതെന്താ വെച്ചാൽ പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഒരു ഫുൾ ബോഡി ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ട്രേഡ് എന്ന് പറയുന്നു. ഇപ്പം ഇത് ഞാൻ പറഞ്ഞത് ബിഗിനറെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്. കാരണം അവർക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല, അവർക്ക് ഇതിനെപ്പറ്റി വലിയ കൂടുതൽ അറിവില്ല. അപ്പോൾ ഒരു 100% കൺഫർമേഷൻ എന്ന് പറഞ്ഞാണ് ഈ ഒരു 5 മിനിറ്റിന്റെ ക്യാൻഡിൽ. ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും. അത് ഓൾറെഡി പ്രിഫൈൻഡ് ആണ്, അത് നമ്മുടെ ഡിഫൈൻഡ് ആണ്. അവിടെ പിന്നെ ഒന്നീ സ്റ്റോപ്പ് ലോസ് അടിക്കും, അല്ലെങ്കിൽ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു ചെറിയ പ്രീമിയം മെച്ചം കിട്ടുന്നുള്ള ഒരു ധാരണയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇച്ചിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇച്ചിരി റിസ്കി ട്രേഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു ക്യാൻഡിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വരും വിചാരിച്ചു. ഇങ്ങനെ കയറി വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 60% ഗ്രീൻ ബോഡി ഈ ലൈനിന്റെ മേളിൽ ക്ലോസിങ് കിട്ടിയാൽ നിങ്ങൾക്കൊരു ട്രേഡ് എടുക്കാം. അപ്പൊ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഇതായിരിക്കും, ഈ ബോഡി താഴെ ആയിരിക്കും. ചിലപ്പം ചില ക്യാൻഡിൽ ഇങ്ങനെ വരും. അതായത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വിക്കാണ്, ഇങ്ങനെയാണ് വിക്ക് താഴെ ബോഡി മേളിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ട്രേഡ് എടുക്കാം. കാരണം എന്താ, സെല്ലേഴ്സ് താഴെ കൊണ്ടുപോകാൻ ശ്രമിച്ചു, എന്നിട്ടും അവിടെ ബയേഴ്സിന്റെ ആധിപത്യം കൂടുതൽ. അതുകൊണ്ടാണ് ക്യാൻഡിലെ ബോഡി എന്ത് ചെയ്തത്, ഈ വിക്ക് ഇത്രയും നീളം കൂടുതലും ബോഡി ഇവിടെ വന്ന് ഈ ലൈനിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ കാര്യം എന്തുവാ, അത്രയ്ക്ക് ബയേഴ്സ് ഇവിടെ സ്ട്രോങ് ആണ്. ഇങ്ങനെ ഒരു സിനാരിയോയിൽ നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് എടുക്കാം. എന്നാൽ ബിഗിനേഴ്സിന് അല്ലെങ്കിൽ സേഫ് ട്രേഡേഴ്സിന് ഇങ്ങനെ ഒരു ഫുൾ അപ്പൊ ഇതിന്റെ മാളിലേക്ക് ഒരു ഫുൾ ബോഡി ഒരു ക്യാൻഡിലൂടെ വന്നിട്ട് നിങ്ങൾ ട്രേഡ് എടുത്താൽ മതി ബിഗിനേഴ്സിന്. അപ്പോൾ എന്നിട്ട് അവർക്ക് എടുക്കാൻ പറ്റും. കാരണം റിസ്ക് എടുക്കുന്നവർക്ക് റിവാർഡ് ഉള്ളൂ. അപ്പൊ നമ്മൾ മാർക്കറ്റിൽ കുറച്ച് പരിചയിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ തന്നെ മനസ്സിലാവും. മനസ്സിലായോ? ഓക്കെ ചേട്ടാ, ഒരു 2 ഡൗട്ട് ഉണ്ട് കേട്ടോ. ചോദിച്ചു. ഇപ്പൊ ഞാന് ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഒരു ട്രേഡ് എടുക്കുവാണ്. അപ്പൊ ഞാൻ മെയിൻ ചാർട്ട് നോക്കിയിട്ടാണ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. പ്ലാൻ ചെയ്തതിനു ശേഷം പ്രീമിയത്തിന്റെ ചാർട്ട് നോക്കിയിട്ട് അതിലാണ് ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത്. അതായത് പ്രീമിയത്തിന്റെ ചാർട്ടിൽ പോയിട്ട് അതിന്റെ പ്രീവിയസ് ക്യാൻഡിന്റെ ലോയിലാണ് ഞാൻ വെക്കുന്നത്. അതാണ് ബെറ്റർ, അത് ഇത് മെയിൻ ചാർട്ടിൽ വെക്കുന്നതാണ് നല്ലത്? നോ, ഒരിക്കലും പ്രീമിയത്തിന്റെ ചാർട്ടിൽ നിങ്ങൾ വരച്ച്, കാരണം പ്രീമിയം ഓരോ 30 മിനിറ്റ് കഴിയുമ്പോഴും പ്രീമിയത്തിന് വ്യത്യാസം ഉണ്ടാകും. നിങ്ങൾ ഇപ്പൊ വരച്ച വര ആയിരിക്കത്തില്ല 30 മിനിറ്റ് കഴിയുമ്പോൾ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ, വരച്ചിട്ട് നിങ്ങൾ നോക്കിയോ. ഇപ്പൊ നിങ്ങൾ ഇപ്പം ഇവിടുന്ന് ഇപ്പം എപ്പോഴും ഈ സ്ട്രൈക്ക് കണ്ടിട്ട്, അതായത് ഇൻഡെക്സിന്റെ ഫിഗർ കണ്ട് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. കാരണം നിങ്ങളിപ്പം ഒരു പ്രീമിയത്തിന്റെ ചാർട്ടിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പം രാവിലത്തെ 9:15 മാർക്കറ്റ് തുടങ്ങി 10 മണി വരെ അത് കൂട്ടിക്കും. നിങ്ങൾ 9:15 9:15 നിങ്ങൾ ഒരു ട്രേഡ് എടുത്തിട്ട് ഇപ്പം 60 രൂപയ്ക്ക് എടുത്തെന്ന് വിചാരിച്ചു. അപ്പൊ 60 രൂപയ്ക്ക് എടുത്താൽ നിങ്ങൾ 80 രൂപയ്ക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചെന്ന് വിചാരിച്ചു, അല്ല 80 രൂപയ്ക്ക് ടാർഗറ്റ് എന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങളിവിടെ 80 രൂപയ്ക്ക് നിങ്ങളുടെ പ്രീമിയത്തിന് ചാർട്ട് അത് 80 രൂപയ്ക്ക് കൊണ്ട് വെക്കുക. ഈ 80 രൂപയ്ക്ക് നിങ്ങൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ആദ്യത്തെ ഒരു 30 മിനിറ്റിനകം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ടാർഗറ്റ് കിട്ടിയാൽ ഓക്കെ എന്ന് പറയാം. പക്ഷെങ്കിൽ സമയം കൂടും, മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ പ്രീമിയം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം പ്രീമിയം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ 80-ലെത്താൻ ഈ 9:15 നിങ്ങൾ ട്രേഡ് എടുത്താൽ നിങ്ങൾ 10 മണിക്ക് 80 അടിക്കേണ്ടത് 80 അടിച്ചു കഴിഞ്ഞ് 50 അടിച്ചെന്ന് വിചാരിച്ചു. അതേസമയം അതിപ്പം 3/4 മണിക്കൂർ 40 മിനിറ്റ് എടുത്തു. അല്ല, ഈ 80 അടിക്കാൻ പിന്നെ ഒരു 1.5-2 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഈ പ്രീമിയം എത്തത്തില്ല. കാരണം ഈ പ്രീമിയം നെറ്റ് ആയിക്കൊണ്ടിരിക്കും. ഈ 60 എന്നുള്ളത്
ഇവിടെ കൺസോളിഡേറ്റ് ചെയ്യുന്നിടത്തോളം കാലം മാർക്കറ്റ് ചിലപ്പോൾ മേലോട്ട് പോകുന്നതായിരിക്കും, വളരെ പതുക്കെ ആയിരിക്കും, വീണ്ടും എഴുന്നേറ്റ് അങ്ങനെ വീണ്ടും എഴുന്നേറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങളുടെ ഈ 60 എന്നുള്ള പ്രീമിയം 50 ആവും, 40 ആവും, 30 ആവും. അപ്പൊ ഈ 40 നിന്ന് ചിലപ്പോൾ 80 എത്താൻ വേണ്ടി വളരെ ദൂരമുള്ള സമയം എടുക്കും. മനസ്സിലായി പറഞ്ഞ? അപ്പൊ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾക്ക് ഒരു ഇത് ഒരു എന്താ പറയുക, ഇൻഡെക്സിന്റെ ഫിഗർ വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്, പ്രീമിയം ചാർട്ടിന്റെ എടുക്കുന്നതിനേക്കാൾ നല്ലത്. ഫാസ്റ്റ് മൂവ്മെന്റ് ആണ് നമുക്ക് ഓക്കെ സമ്മതിച്ചു, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റ് നടന്നുകൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഓക്കെ, പ്രീമിയം ചാർട്ട് ഓക്കെ. അത് ഡിലേ കൂടും തോറും, നമ്മൾ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സമയം എടുക്കും തോറും നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള സമയം വളരെ കൂടുതലായിരിക്കും. ഡി കെ കൂടി നിങ്ങളുടെ പ്രീമിയം മെൽറ്റ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഒരു ഡൗട്ട് കൂടെ. മനസ്സിലായി. നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോഴത്തേക്കും ആ സ്റ്റോപ്പ് ലോസിന്റെ താഴെ ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കല്ലേ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത്. അപ്പൊ ചില സന്ദർഭങ്ങളിൽ അത് ഓക്കെയാണ്, ചില സന്ദർഭങ്ങളിൽ അത് ഓക്കെയാണ്, ചില സന്ദർഭങ്ങളിൽ ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ താഴേക്ക് പോയിട്ട് ചെറിയൊരു വിക്ക് എന്നിട്ട് വീണ്ടും മേളിലേക്ക് കയറി പോകും. അപ്പൊ നമുക്ക് ഓക്കെയാണ്. ബട്ട് നമ്മൾ അത് ചില സമയത്ത് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ആ 5 മിനിറ്റ്സ് ക്യാൻഡിൽ താഴേക്ക് പോയി, നമ്മുടെ സ്റ്റോപ്പ് ലോസ് കഴിഞ്ഞു പോയി, ചിലപ്പോൾ ക്ലോസിംഗ് മേളിലേക്ക് വരായിരിക്കും. ബട്ട് ചിലപ്പോൾ ഒരു വലിയ ക്യാൻഡിൽ വരുമ്പോഴത്തേക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നേക്കാൾ ലോസ് അവിടെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ എപ്പോഴും എന്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇതിൽ ഇപ്പൊ നമ്മുടെ ടാർഗറ്റ് ഇതൊന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഇവിടെ ഒരു ഷോർട്ട് ട്രേഡ് അല്ല, പിന്നെ ഒരു ലോങ് ട്രേഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇവിടുന്ന് മാർക്കറ്റ് കയറി, ഇവിടുന്ന് കയറി പിന്നെ ഇങ്ങനെ മാർക്കറ്റ് പതുക്കെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ചേക്കുന്നത് ഇവിടെയാണ് വെച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെ വലിയ ട്രേഡേഴ്സ്, ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ട്രേഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കത്തുള്ളൂ. ഓക്കെ, എവിടെയും വെച്ച്. അപ്പോൾ മാർക്കറ്റ് മേലോട്ട് പോയി, ചിലപ്പോൾ മാർക്കറ്റ് ഒന്ന് ഇവിടെ 2 ക്യാൻഡിൽ പോയിട്ട് ചിലപ്പോൾ ഒരു റീടെസ്റ്റിനുള്ള സ്വഭാവം കാണിക്കും. സാധാരണ ഇതിൽ സംഭവിക്കാറുള്ളത്. അങ്ങനെ റീടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറയും. ഇൻസ്റ്റിറ്റ്യൂഷൻസ് പെട്ടെന്ന് ഒരു ബൾക്ക് ഓർഡർ ഇടുകയും ചെയ്യും, പെട്ടെന്ന് ഒരു സെല്ല് വിടും, പെട്ടെന്ന് ഒരു ബൈ വിടും. അപ്പം അതിന്റെ പറഞ്ഞ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറയും. അപ്പം പെട്ടെന്ന് മാർക്കറ്റ് താഴോട്ട് പോയിട്ട് ഇവിടെ ഒരു വിക്ക് മാത്രം വന്നിട്ട്, ഇവിടെ ഒരു വിക്ക് താഴോട്ട് വരും, പക്ഷെങ്കിൽ ബോഡി മേളിലായിരിക്കും. അപ്പൊ ഇങ്ങനെ സാഹചര്യം എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും, മേലോട്ട് കയറി പോകുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും, മാർക്കറ്റ് മേലോട്ട് പോകും, നമ്മളുള്ള എന്ന് പറഞ്ഞ് നോക്കിയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സ്ക്രീനിൽ നോക്കിയിരിക്കുന്നവർ മാത്രം, സിസ്റ്റത്തിന് മുന്നിൽ ഇരിക്കുന്നവർ മാത്രം കണ്ണുകൊണ്ട് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറഞ്ഞതിന്റെ കാര്യമില്ല. ഇനിയിപ്പോ അവിടെ റിസ്ക് ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ, റിസ്ക് ഉണ്ടെങ്കിൽ റിവാർഡ് ഉള്ളൂ. പക്ഷെ അത് എല്ലായ്പ്പോഴും സംഭവിക്കണമെന്നില്ല. ഒരു 70% സമയങ്ങളിലും ഇതിങ്ങനെ സ്റ്റോപ്പ് ലോസ് വന്ന് ഇങ്ങനെ ഹണ്ട് ചെയ്തിട്ട് പോകത്തേ ഉള്ളൂ. പിന്നെ 30% ചിലപ്പം ഒരു ക്യാൻഡിൽ താഴോട്ട് വന്ന് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് പിന്നെ അടുത്ത ക്യാൻഡിൽ വീണ ചാൻസ് ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ നഷ്ടം സഹിച്ചേ തോന്നും. അത് എല്ലായ്പ്പോഴും സംഭവിക്കത്തില്ല. 10 ട്രേഡ് എടുക്കുമ്പോൾ ചിലപ്പോൾ 2-3 ട്രേഡിൽ അങ്ങനെ സംഭവിക്കാറുള്ളൂ. ഓക്കെ, മനസ്സിലായി. താങ്ക് യു. അപ്പൊ ശരി, നിർത്താം. എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. Thank you, sir. താങ്ക് യു ചേട്ടാ.